Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Prayer ചെയ്തോട്ടെ മാം. Yeah, yes, please. Dear God, thank you for this new day. Please guide my thoughts, words, and actions and help me spread kindness and love. Give me strength for the challenges ahead and keep me mindful of your blessings. Amen. Thank you, ma'am. Okay, so again, PG class അല്ലേ 12, 13 and 14 3 ബാച്ചാണ്. പക്ഷെ വളരെ പാർട്ടിസിപ്പൻസ് മീൻസ് ട്രെയിനീസ് വളരെ കുറവാണല്ലോ. ഈ സമയമായതുകൊണ്ടാണോ? മോർണിംഗ് ക്ലാസ് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണോ? നമ്മൾ കുട്ടികളെ രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ക്ലാസ്സിൽ പിടിച്ചെടുത്തു അല്ലേ? നമുക്ക് 1 hour ഇറ്റ്സ് വെരി ടഫ്. എനിക്കും അത് തന്നെ കേട്ടോ. ഒരു ചില ദിവസങ്ങൾ അങ്ങോട്ട് ഡ്രെയിൻ ഔട്ട് ആയി പോകും, ഒരു സാച്ചുറേറ്റഡ് ലെവലിലേക്ക് പോകും. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷെ എനിക്കൊരു കിഡ്നി സ്റ്റോണിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്കൊരു ചെറിയ പെയിൻ വന്നപ്പോ അതാണോ എന്നൊരു ആൻസൈറ്റി, അതിന്റെ ഒരു വിഷമം, അത്രേ ഉള്ളൂ. ഓക്കെ, എനിവേ PGയുടെ ടോപ്പിക് ഇറ്റ്സ് വെരി ഡ്രൈ. ഞാൻ ആദ്യം പറയാം, അത്ര രസമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളാണ് കംപ്ലീറ്റ് ഇതിനകത്തുള്ളത്. വെറുതെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. കുട്ടികളുടെ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് PG പേപ്പറിന്. ഫുള്ളും 98, 100 അങ്ങനെ ഇങ്ങനെ മാർക്ക് കാണുള്ളൂ എല്ലാവരുടെയും. ഇത് ടഫ് അല്ല, കുറെ കാര്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് മിസ്റ്റേക്സ്, സ്പെല്ലിംഗ് മിസ്റ്റേക്സ്, അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. പിന്നെ ന്യൂ വേർഡ്സ്, ഞാൻ ഇത് കുറെ നമ്മൾ യൂസ് ചെയ്യാത്ത ചില വേർഡുകൾ, നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറെ വേർഡുകൾ ഉണ്ട്. അതിന് പകരം പുതിയ വേർഡുകൾ ഇതിനകത്ത് പരിചയപ്പെടാൻ പറ്റി. അത് നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. പിന്നെ നിങ്ങൾക്ക് സെമിനാർ എടുക്കാനുള്ള നല്ലൊരു അവസരമുണ്ട്. സോ മാക്സിമം അത് യൂസ് ചെയ്യുക ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ. കാരണം നമ്മൾ അല്ലാതെയും ചെറിയ ടോപ്പിക്കുകൾ സെമിനാർ എടുത്തു. നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനിലെ സെമിനാർ 100 മാർക്സ് ഉണ്ട്. ക്ലാസ്സിൽ തന്നെ അതെടുത്തു പോയാൽ ക്ലാസ്സിൽ തന്നെ നമ്മൾ ആ മാർക്കിടെ ഒരു 10 minutes, മാക്സിമം 10 minutes, അതിൽ കൂടുതൽ പോകണ്ട. അത് തന്നെ ടോപ്പിക് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താലും മതി. ബട്ട് ബിഫോർ ദാറ്റ് ആ ടീച്ചറെ ഒന്ന് ഇൻഫോം ചെയ്യണം. പ്രീവിയസ് സെഷനിൽ എപ്പോഴെങ്കിലും ഒന്ന് ഇൻഫോം ചെയ്യുക, നോ പ്രോബ്ലം. അല്ലെങ്കിൽ അന്ന് ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞാലും മതി. ഫോർ മീ ഇറ്റ്സ് ഓക്കെ. അന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സെമിനാർ എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ ഗീവ് യു ദ പ്ലാറ്റ്ഫോം. പക്ഷെ നേരത്തെ അറിയിക്കാൻ പറ്റുന്നതാണെങ്കിൽ നേരത്തെ അറിയിക്കാം ടീച്ചേഴ്സിനെ, എനിക്ക് പ്രശ്നമില്ല. യെസ് മാം, എന്താ PGയുടെ ഫസ്റ്റ് ക്ലാസ് അല്ലേ ഇത്? അതെ, എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നിങ്ങൾക്കുള്ള PGയുടെ. എന്റെയും ഫസ്റ്റ് ക്ലാസ് ആണ് മാം. കാരണം ഇന്ന് ക്ലാസ് സ്കൂളിൽ ഉച്ചവരെ ഉള്ളായിരുന്നു, അതുകൊണ്ട് കേറി. ഞാൻ ഓർത്തു ജോസിയെ കണ്ടപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോയിരിക്കാന്നാണല്ലോ. ഇനിയിപ്പോ ഈ സമയത്ത് വരുന്നതാണോ എന്ന് വിചാരിച്ചു. ഉച്ചവരെ ഉള്ളായിരുന്നു, ഇന്ന് സ്കൂളിൽ ഉച്ചവരെ ഉള്ളായിരുന്നു. നാളെ ഫുഡ് ഫെസ്റ്റിവലാ. ഓ ശരി. ആക്ച്വലി എന്റെ സെഷൻ നാളെയാണ്. നാളെ ഒരു എമർജൻസി. പിന്നെ ഇന്ന് ആതിര മിസ് ആയിരുന്നു നിങ്ങൾക്ക് വരേണ്ടിയിരുന്നത്. മിസ്സിന് പകരം ഞാനിന്ന് കയറിയേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് അപർണ മിസ്സും മെൽറൂസ് മിസ്സും പിന്നെ ആരാ സ്റ്റാർട്ട് ചെയ്തേ ക്ലാസ്? ഇവരെടുത്ത യൂണിറ്റ്സ് ഏതാണെന്നൊന്ന് പറയാമോ? കാരണം അതിനനുസരിച്ച് വേണം എനിക്ക് യൂണിറ്റ് എടുക്കാൻ. മാം അശ്വതി മാം 3rd യൂണിറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മിഡ്റോസ് മാം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപർണ മാം മോഡ്യൂൾ 5-ലാണ്. 5-ല് ഫസ്റ്റ് ലെസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. സോ സെക്കൻഡ് യൂണിറ്റ് ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാദമിക് ഏരിയാസ്, അതാണ് ഞാൻ എടുക്കുന്നത്. അതിൽ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾ സെമിനാർ ആയിട്ട് വിചാരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം. കാരണം അത് ഒഴിവാക്കിയിട്ടേ ഞാൻ ക്ലാസ് എടുക്കൂ. സെമിനാർ എടുക്കുന്ന ടോപ്പിക്സ് നമ്മൾ എടുക്കില്ല, അത് നിങ്ങൾ തന്നെ എടുക്കണം. ബട്ട് ആഫ്റ്റർ ദ സെമിനാർ നമ്മൾ ആഡ് ചെയ്യും അതിലേക്ക്. എങ്ങനെയാണ് സെമിനാർ 3rd chapter അശ്വതി മിസ് പറഞ്ഞിട്ടുണ്ട്. 3rd chapter ഞാൻ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. പേജ് നമ്പർ 15, ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാദമിക് ഏരിയാസ്. ഞാനിത് ഷെയർ ചെയ്യണോ? PDF ഷെയർ ചെയ്യണോ? ടെക്സ്റ്റ് ഉണ്ട്, എല്ലാവരുടെയും ഉണ്ടോ?
ചെയ്യണ്ട മാം. ചെയ്യണ്ടല്ലോ, കാരണം ഒന്നുകൂടെ സ്ക്രീൻ അങ്ങ് ചെറുതാകും. അതുകൊണ്ടാണ്. ഓക്കെ മാം. ഇതിപ്പോ നിങ്ങളെ കുറച്ച് പേരെ എനിക്ക് അറ്റ്ലീസ്റ്റ് പ്രൊഫൈല് കാണാൻ പറ്റും. എന്നെ പിൻ ചെയ്യാതിരുന്നെങ്കിൽ കുറച്ച് പേരെയും കൂടെ കാണാൻ പറ്റുമായിരുന്നു. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിക്കൂ. എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സിലും നമ്മൾ സെമിനാർ എടുക്കണോ? നോ, ഏതെങ്കിലും ഒരു സെമിനാർ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഏത് ടീച്ചറുടെ ആയാലും കുഴപ്പമില്ല. ആ ടീച്ചർ ആ മാർക്ക് അവിടെ നോട്ട് ചെയ്ത് വെക്കും. വൈവ ടൈമില് അത് ഞങ്ങൾ എൻട്രി ചെയ്യും. ഓക്കെ. അപ്പോ ക്ലാസ്സിൽ കയറുന്നവർക്കാണ് ക്ലാസ്സിൽ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ബാക്കിയുള്ളൊരു ടെൻഷൻ വേണ്ട. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് സെമിനാർ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം വരുമല്ലോ. അപ്പൊ അവര് വൈവ സമയത്ത് 2 minutes ഒന്ന് ബ്രീഫ് ചെയ്താൽ മതി. ഒരു ടോപ്പിക് നല്ലതുപോലെ സെലക്ട് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് 2 minutes കൊണ്ട് പ്രസന്റ് ചെയ്ത് അതിന്റെ കണ്ടന്റ് ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിക്കണം. കാരണം വൈവയ്ക്ക് ആകെ നമുക്ക് 10 minutes ഉള്ളൂ. അതിലാണ് ഈ 2 minutes ബ്രീഫ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മാർക്ക് ലിസ്റ്റിൽ സെമിനാർ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവും, അവിടെ മാർക്കും ഉണ്ടാവും കണ്ടിട്ടില്ല. അപ്പോ നിങ്ങളൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം, സെമിനാർ റിപ്പോർട്ട്. കാരണം എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്ത് സെമിനാറാ നിങ്ങൾ എടുത്തതെന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ റിപ്പോർട്ട് എടുത്ത് കൊടുക്കാൻ പറ്റണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക, ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഞാൻ സെമിനാർ എടുത്ത് കഴിഞ്ഞു എന്ന് കരുതിയിട്ട് റിപ്പോർട്ടിനെ പറ്റി പിന്നെ ആലോചിക്കാതിരിക്കരുത്, അതൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. സോ നമ്മള് ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻ അക്കാദമിക് ഏരിയാസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിലാണ് അശ്വതി മാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കാദമിക് ഏരിയാസ് അല്ലെ. അക്കാദമിക് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ വരുന്ന ആക്റ്റീവായി വരുന്ന 2 പേരായിരിക്കും? സ്റ്റുഡൻസും ടീച്ചേഴ്സും. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ അത് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും ആ ഒരു റിലേഷൻഷിപ്പ്. ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ ആ ഒരു ബന്ധം നിങ്ങൾക്ക് വളരെ ഇമോഷണലി നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ടുണ്ടാവും കുട്ടികളുമായിട്ട്. ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് അവരെ ആ ഒരു ഋതത്തിലൂടെ അങ്ങ് കൊണ്ടുപോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ചില ഹയർ ക്ലാസ്സിലൊക്കെ കാണില്ലേ, ടീച്ചർ അവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നു, പിള്ളേര് തൂങ്ങിയ പോലെയൊക്കെ ഇരിക്കുന്നു, അവിടെ ഇവിടെ നോക്കുന്നു, ചിലപ്പോൾ ടീച്ചറെ കമന്റ് അടിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ. അത് ഏതൊരു ഒരു ബുക്കിൽ വായിച്ചതാ, ദീപ നിശാന്ത് എഴുതിയതായിരുന്നു. ദീപ നിശാന്ത് ഒരു BEd ഒക്കെ എടുത്തൊരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അവരിങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് സ്കൂളാണ് സെലക്ട് ചെയ്തത്. അതെന്ന് വെച്ചാൽ ഭയങ്കര ടീച്ചേഴ്സിന് പഠിപ്പിക്കണം എന്നും വലിയ താല്പര്യമില്ല, എങ്ങനെയെങ്കിലും ശമ്പളം വാങ്ങിയാൽ മതി, കുട്ടികൾ കുറവാണ്, വളരെ ബുദ്ധിമുട്ടാണ് ക്ലാസ് റൂമിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോയത്. അങ്ങനെ ചേർന്നിങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോഴേക്കും കുട്ടികൾ ആരും ശ്രദ്ധിക്കുന്നില്ല, ബാക്ക് ബെഞ്ചിലുള്ളവർ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ ദീപ നിശാന്തിന് അങ്ങ് മടുപ്പായി. അത് കഴിയുമ്പോ പെട്ടെന്ന് അവരങ്ങ് ചൂടായി. ഈ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ ഇങ്ങനെ അപ്പോഴേക്കും അതിലൊരു മോൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് എന്താ ടീച്ചർമാരോട് ഇത്ര ബഹുമാനം ഇല്ലാത്തതെന്നോ അങ്ങനെ എന്തോ ചോദിച്ചു. അപ്പൊ പറയാ, ക്ലാസ് എടുക്കുമ്പോൾ കേട്ടിരിക്കാൻ തോന്നണം, എന്നാലേ അത് വരുള്ളൂ. അപ്പൊ ദീപാൻഷ എന്ന് പറയുന്നത് ഒരു കുട്ടിയിൽ നിന്നും പഠിച്ച പാഠമാണ് അത്. ഞാൻ അതായത് ഒരു കുട്ടികൾക്ക് നമ്മളുടെ ക്ലാസ് കേട്ടിരിക്കാൻ തോന്നണം, എന്നാൽ മാത്രമാണ് അവർ ക്ലാസ്സിൽ കയറുള്ളൂ. PGയിൽ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് അതാ. PG നമുക്ക് ഉറക്കം വരും. അതുപോലെ കുറെ ടോപ്പിക്സ് ആണ്. ബട്ട് നിങ്ങൾ തന്നെ ഇരുന്ന് വായിച്ചാലും മനസ്സിലാകുന്ന രീതിയിലാണ് ടോപ്പിക്സിനെ പറ്റി. മറ്റേന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനും അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ മോണ്ടിസോറി മെത്തേഡൊന്നും ഇതിനകത്തില്ല. ഒരു സ്കൂള് തുടങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻസ് എങ്ങനെയാണ്, ഓരോന്നിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, അപ്പൊ ഒരു ടീച്ചർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും, ടീച്ചർ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ടീച്ചറെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് ചെയ്യണം, സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും റോൾ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഫിഫ്ത്ത് മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിലെ ഒരു സ്ഥലത്ത് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. അപ്പൊ അത് ആ ഏരിയയുമായിട്ട് വളരെ കണക്റ്റഡ് ആയിരിക്കും. അവിടുത്തെ പല പൊളിറ്റീഷ്യൻസ്, മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ പാരന്റ്സ്, അവരുടെ ഫാമിലി, അവരുടെ ഒരു കമ്മ്യൂണിറ്റി, ഇതെല്ലാമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതാണ് പാർട്ട്ണർഷിപ്പ്. ആരൊക്കെയുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഒരു ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ നമ്മൾ
സൊസൈറ്റിയിലെ പല മേഖലകളിലുള്ള ആളുകളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യും, ആ സ്കൂളുകാർ ഇൻവൈറ്റ് ചെയ്യും അല്ലെ. പാരന്റ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവിടെ നൈബർഹുഡിലുള്ള പല ചിലപ്പോൾ ഷോപ്പുകള്, ഹോസ്പിറ്റലുകള്, മറ്റു പല സ്കൂളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഒരു പാർട്ട്ണർഷിപ്പ്, അതാണ് മോഡ്യൂൾ 5 വരുന്നത്. ഓക്കെ, ബാക്ക് ടു യൂണിറ്റ് 2, ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ഇൻ അക്കാദമിക് ഏരിയസ്. അതിലെ 2 മെയിൻ കീ ഫാക്ടേഴ്സ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്, എഡ്യൂക്കേറ്റർ ആൻഡ് ലേണർ എന്ന് പറയാം അല്ലെ. പഠിപ്പിക്കുന്ന ആളും പഠിതാവും രണ്ടുപേരും ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോവുകയും ചെയ്യും. അപ്പൊ ഒരു ലേണിംഗ് പ്രോസസ് ഇതെല്ലാം അങ്ങനെ ആ ഒരു സ്റ്റുഡൻസിന്റെ കരിക്കുലം, ആ ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റീസ്, ടീച്ചേഴ്സിന്റെ ലേണിംഗ് പ്രോസസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്കൂളില്. ബാക്ക് ബോർഡ് ആണ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ഓഫ് ദീസ് തിങ്സ്, ഇതിന്റെ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സാധാരണ നമ്മുടെ ക്ലാസ്സിലെ പോലെ റീഡ് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും ഞാൻ ഈ കണ്ടന്റ് ബ്രീഫ് ചെയ്യും, നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്തെങ്കിലും. പിന്നെ ഇത് ഇങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് എടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ ഞാനത് മാറ്റിയിട്ട് അടുത്തേക്ക് പോവാം. അല്ലെങ്കിൽ ചില ടോപ്പിക്സ് കാണുമ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു സജഷൻ പറയും, ഇത് നിങ്ങൾ സെമിനാർ എടുത്താൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ വില്ലിംഗ് ആണെങ്കിൽ ആ ടോപ്പിക് എടുക്കാതെ പോവാം, അല്ലെങ്കിൽ ആ ടോപ്പിക് ഞാൻ കവർ ചെയ്യും. ആ രീതിയിലാണ് കേട്ടോ നമ്മൾ ക്ലാസ് പോകുന്നത്. അപ്പൊ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ റോളാണ്. ഇംപെറേറ്റീവ്, ക്രൂഷ്യലിന് പകരം സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്കൊരു വേർഡ് വന്നിട്ടുണ്ട്, ഇംപെറേറ്റീവ്. കൂടുതൽ വൊക്കാബുലറി എന്താ പറയാ ആ ഒരു കൂട്ടുക എന്നുള്ളതും നല്ലത് തന്നെയാണ് കേട്ടോ. വേർഡ്സ്, പുതിയ വേർഡ്സ്. സ്കൂൾ അക്കാദമിക് ഏരിയസിൽ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യൽ ആയിട്ടുള്ള റോൾ ഉണ്ട്. പിന്നെ ഒരു സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അതില് ക്ലാസ് റൂം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ്, ക്ലാസ് റൂമിലെ മാനേജർ ആരാണ് ശരിക്കും? ടീച്ചർ അവിടെ ഒരു മാനേജറാണ്. കുട്ടികളുമായിട്ടാകുമ്പോൾ ടീച്ചർ ഒരു ഗൈഡാണ് അല്ലെ, മെന്ററാണ്. ഇങ്ങനെ ഒരു ടീച്ചറുടെ റോള് വളരെയധികം ഉണ്ട്. ഒരു ഡേറ്റ കോച്ചാണ്. കുട്ടി എന്ത് ചോദിച്ചാലും ആ ഡേറ്റ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡേറ്റ കോച്ചാണ്. ഒരു എക്സാമ്പിളാണ്, നല്ലൊരു എക്സാമ്പിളാണ്. കുട്ടിക്ക് ഒരു റോൾ മോഡലാണ് അല്ലെ. അപ്പോൾ ഒരു ടീച്ചറുടെ റോള് വളരെ കൂടുതലാണ്. ക്ലാസ് റൂം മാനേജ്മെന്റിലെ മാനേജർ, ക്ലാസ് റൂമിലെ മാനേജർ എന്ന് പറയുന്ന ആളും ടീച്ചർ തന്നെയാണ്. അപ്പോൾ ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ എസെൻഷ്യൽ പാർട്ടാണ് ക്ലാസ് റൂം മാനേജ് ചെയ്യാന്നുള്ളത്. അത് ടീച്ചറുടെ കൈകളിലാണ്. പിന്നെ കരിക്കുലം ഡെവലപ്മെന്റ്, ആ ഒരു കരിക്കുലമായിട്ട് കണക്റ്റഡ് ആകുന്നത് ടീച്ചേഴ്സും കുട്ടികളുമാണ്. ആ ഒരു സിലബസ് ടീച്ചർക്ക് നല്ല രീതിയിൽ കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റണം. ആ ഒരു കരിക്കുലം കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണം. കരിക്കുലം ഡെവലപ്മെന്റും വളരെ ബേസിക് തന്നെയാണ് ടീച്ചർക്കും കുട്ടികൾക്കും. ഇതെല്ലാമാണ് നമ്മൾ സ്കൂൾ മാനേജ്മെന്റ്, ആ ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് അക്കാദമിക് ഏരിയയിലേക്ക് വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ. ഇനി ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റ് വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, പല ഏരിയാസിൽ വരും ക്ലാസ് റൂം മാനേജ്മെന്റ്. ഒരു ഡിഫറെന്റ് സെറ്റിംഗ്സിൽ വരും ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിപ്പോ നമുക്കറിയാം, ഒരു അക്കാദമിക് ഇയർ എന്ന് പറയുന്നത് ജൂൺ തുടങ്ങി നമ്മളുടെയൊക്കെ നാട്ടില് സ്കൂളുകളിൽ ജൂൺ ടു നെക്സ്റ്റ് മാർച്ച് ഇപ്പൊ ഒരു അക്കാദമിക് ഇയർ കഴിയാൻ പോകുന്നു അല്ലെ. നമ്മൾ അതിനൊരു പീരീഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ 2025-26 ആണ് ഈ ഒരു അക്കാദമിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ മാർച്ചിൽ തീരുവാണ് നമ്മുടെ ഇവിടെ. ഏപ്രിൽ മെയ് ഒക്കെ സമ്മർ വെക്കേഷൻ ആണ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് ഏപ്രിൽ മെയ് ചൂട് കൂടിയത് കാരണമാണ് അങ്ങനെ ഒരു അക്കാദമിക് ഇയറിന്റെ ആ ഒരു പീരീഡ്, ആ ഒരു കലണ്ടർ. അങ്ങനെ പല സ്ഥലത്തും ഇപ്പൊ ഡൽഹിയിലൊക്കെ ഇത്തിരി കൂടെ വ്യത്യാസമാണെന്ന് തോന്നുന്നു. മെയ് അങ്ങനെയാണ്, കാരണം മെയ് ആകുമ്പോഴാണ് അവിടെയൊക്കെ ഭയങ്കര ചൂടൊക്കെ വരുന്നത്. പിന്നെ അതർ കൺട്രീസിൽ അവിടെയും വ്യത്യാസം ഉണ്ടല്ലേ. ഗൾഫ് കൺട്രീസിൽ ഓഗസ്റ്റ് സമയത്തൊക്കെയാണ് അവർക്ക് വെക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഡൈവേഴ്സിറ്റി ഓഫ് സെറ്റിംഗ്സ് പലതും വരും. അതില് എക്സാം ടൈം വരുമ്പോൾ ആ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് വേറൊരു രീതിയായിരിക്കും. ആനുവൽ ഡേ അങ്ങനത്തെയൊക്കെ വരുമ്പോൾ അവിടെ വേറെ, സ്പോർട്സ്, അങ്ങനെ ഓരോന്ന് വരുമ്പോൾ ക്ലാസ് ടീച്ചറുടെ അല്ലെങ്കിൽ ആ ക്ലാസ്സുമായിട്ട് എൻഗേജ് ആവുന്ന ടീച്ചർമാരുടെ റോൾസ് മാറിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ ഡൈവേഴ്സിറ്റി ഓഫ് സെറ്റിംഗ്സ് ആണ് ഇതിനകത്ത് പെർഫോം ചെയ്യുന്നത്. കുറേ ടാസ്കുകളും വരും. ചുമ്മാ പഠിപ്പിക്കൽ മാത്രമല്ല അപ്പൊ ആ ഒരു ക്ലാസ് റൂമിൽ നടക്കുന്നത് അല്ലെ. പിന്നെ അതുപോലെ തന്നെ കുട്ടികള് സബ്ജക്റ്റ് മാത്രമല്ല അവിടെ പഠിച്ചു പോകുന്നത്.
പല വാല്യൂസും കുട്ടികളിൽ ഉണ്ടാകുന്നത് ത്രൂ ഈ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് തന്നെയാണ്. ക്ലാസ്സിലൂടെ പല വാല്യൂസും കുട്ടികളിൽ ഉണ്ടാകുന്നത്. ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ഒരു ബുക്ക് ആ സ്കൂളിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് പേന, അങ്ങനെ പെൻസിൽ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. കുട്ടിയെ എല്ലാവരും വിഷ് ചെയ്യുന്നു, അങ്ങനെ വരുന്നു. ഒരു കുട്ടിക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ഇന്റർ കോളേജിയേറ്റ് എന്തെങ്കിലും ഒരു കോമ്പറ്റീഷന് പോയി അച്ചീവ്മെന്റ് ആയിട്ട് വരുന്നു, കുട്ടിയെ ക്ലാസ് റൂമിൽ അപ്രൈസൽ അത് നൽകുന്നു. കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടാകുവാണെങ്കിൽ ടീച്ചർ വളരെ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് അവരെ അത് കൂളാക്കുന്നു സിറ്റുവേഷൻ. ആ കുറെ കാര്യങ്ങൾ ഒരു ക്ലാസ് റൂമിൽ നടക്കും അല്ലെ. എന്തെങ്കിലും ഒരു നമ്മൾ പറഞ്ഞു മോണ്ടിസോറി എൻവിയോൺമെന്റില് 13-14 അല്ല എല്ലാവർക്കും അറിയാവുന്നത്. മോണ്ടിസോറി എൻവിയോൺമെന്റിലും മറിയ മോണ്ടിസോറി കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചു. അവിടെ മറിയ മോണ്ടിസോറി പറഞ്ഞു, പക്ഷേ നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം, നമ്മൾ അധികം ചെന്നവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, തടസ്സപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. ഒബ്സർവ് ചെയ്തിട്ട് അവർക്കൊരു നീഡ് ഉണ്ട്, അത് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ അവരത് റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ ഇടപെടേണ്ടതെന്ന് പറഞ്ഞു. അത് കൂടാതെ ഒരു ഇടപെടലും കൂടെ പറഞ്ഞിരുന്നു. എന്താണ് ഞാൻ 14 ക്ലാസ്സിൽ അത് പറഞ്ഞത്? ബാഡ് തിങ്സ് കണ്ടാല് ബാഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ കുട്ടികളുടെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ ഇടപെടണം. കാരണം അത് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടികൾ അതിൽ തന്നെ അങ്ങ് പോകാതിരിക്കാൻ, അവർക്ക് അത് തിരിച്ചറിവുണ്ടാകാൻ. വേറൊന്ന്, ഈ ബാഡ് ആയിട്ട് വരുന്ന, ഈവിളായിട്ട് വരുന്ന കാര്യങ്ങൾ അവരുടെ ഡെവലപ്മെന്റിന് തടസ്സമാകും. ഡോക്ടർ മോണ്ടിസോറി അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ബാഡ് തിങ്സ് അവരുടെ ഡെവലപ്മെന്റ് തടസ്സം. അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിൽ അങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആ ഒരു ടീച്ചർ അത് മാനേജ് ചെയ്യണം. നമ്മൾ പല നമ്മള് വാട്സാപ്പിൽ വന്നൊരു കഥയാണ്, എനിക്കത് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തൊട്ടു എന്ന് പറയാം. എല്ലാരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു സാറ് അപ്പം ഇങ്ങനെ പണ്ടത്തെ ഒരു സ്കൂൾ, അതായത് ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ഇത്, അപ്പൊ എല്ലാരും പല പല സാമ്പത്തിക ലെവലിൽ നിന്നും വന്നിട്ടുള്ള കുട്ടികളായിരിക്കുമല്ലോ. അങ്ങനെ ഫിനാൻഷ്യലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള കുട്ടികളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പല ഇതിലും പെട്ടവരായിരിക്കും. ഏതോ ഒരു കുട്ടിയുടെ പാരന്റ്, അച്ഛൻ എന്തോ ഗൾഫിലായിരുന്നു. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നപ്പോ കുട്ടിക്ക് വളരെ മനോഹരമായ പേനയും എന്തോ കൊടുത്തു. എന്തോ ഒരു അവനത് ക്ലാസ്സിൽ കൊണ്ടുവന്നപ്പോ വളരെ പാവപ്പെട്ട ഒരു കുട്ടി, പേനയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കഥയുടെ കണ്ടന്റ് ഇതാണ്, ഒരു തീം ഇതാണ്. അതൊരു പേന ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു. അത് വളരെ റെയർ ആണ്, ഇന്നത്തെ കാലഘട്ടമൊന്നുമല്ല. അന്നൊക്കെ അങ്ങനെ നമുക്കൊരു നല്ലൊരു പേന കിട്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിരുന്നു. അപ്പൊ ഇങ്ങനെ മറ്റു കുട്ടികൾക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതില് വളരെ പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു മോനുണ്ടായിരുന്നു. അപ്പൊ അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ പേന ഈ കുട്ടിയുടെ ബാഗിൽ നിന്നും എടുക്കുക, പേന കാണാതായി, ഭയങ്കര പ്രശ്നമായി. അപ്പം ഒരു പേനയുടെ ഉടമസ്ഥനാകെ വിഷമായി, സങ്കടമായി, അങ്ങനെ പ്രശ്നങ്ങളായി. എടുത്ത കുട്ടിക്ക് ആ ഒരു കൗതുകത്തിൽ എടുത്തതാണ്. പിന്നെ അപ്പൊ അവനാകെ പേടിയായി തുടങ്ങി. അപ്പൊ ഈ ടീച്ചർ അതിനെ മാനേജ് ചെയ്തത്, ടീച്ചർ പറഞ്ഞു എന്താ, ആരാന്നൊന്നും പറയുന്നു വേണ്ട, എല്ലാരും കണ്ണടച്ച് നിൽക്കുക. കേട്ടിട്ടുണ്ടല്ലേ കഥ? കണ്ണടച്ച് നിൽക്കുക, ഞാൻ എല്ലാവരുടെയും മുന്നിൽ വരും, അപ്പൊ എന്റെ കയ്യിലേക്ക് വെച്ച് തരികയെന്ന് ഇങ്ങനെ പറയുക. അങ്ങനെ അപ്പൊ ആ കുട്ടി വേഗം എല്ലാരും കണ്ണടച്ച് നിൽക്കുമായിരുന്നു. ആ കുട്ടി വേഗം ഈ സാർ അടുത്ത് വന്നപ്പോ സാറിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവന് ഭയങ്കര കുറ്റബോധമൊക്കെ ആയി. പക്ഷെ സാർ ഇത് ആരാന്നും എന്താന്നൊന്നും ക്ലാസ്സിൽ പറഞ്ഞില്ല. ഞാൻ അതിന്റെ ഉടമസ്ഥന് കൊടുത്തു. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം സാറ് റിട്ടയറൊക്കെ ആയി. ഈ നമ്മുടെ പേന എടുത്ത കുട്ടി അവൻ നല്ലപോലെ പഠിച്ച് നല്ലൊരു നിലയിലെത്തി സാറിനെ കാണാൻ പോവോ, അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. അവിടെ ചെന്നപ്പോ അവനിങ്ങനെ സാറിനോട് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി അന്നത്തെ ആ സംഭവം പറഞ്ഞു കേട്ടോ. അവനിങ്ങനെ പറഞ്ഞത് ഇതാണ്, ഞാൻ സാറിന്റെ കയ്യിലെ പേന വെച്ച് തന്നു, പക്ഷെ സാറ് ഞാനാണ് അത് ചെയ്തതെന്ന് ആരോടും പറഞ്ഞില്ല എന്ന് സാറ് പറഞ്ഞ മറുപടി എന്താണെന്നറിയൂ, ഞാനും നിൽക്കുമായിരുന്നു. അപ്പൊ ഏത് കുട്ടിയാണ് തന്നതെന്ന് സാറിനും അറിയില്ലായിരുന്നു. കാരണം അത് ആ കുട്ടിയോടുള്ള റെസ്പെക്ട് സാറ് ചെയ്തു. അപ്പൊ നല്ലൊരു പ്രവൃത്തിയായിരുന്നു സാറിന്റെ അടുത്തുള്ളത് ഉണ്ടായത്. ആ കുട്ടി ആരാന്ന് ഞാനും അറിയരുതെന്ന് സാറിനും നിർബന്ധമുണ്ടായിരുന്നു. അതൊക്കെ കുട്ടികളിലേക്കുള്ള വാല്യൂസും ആ ഒരു മാഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലപ്പോ അത്രയും നമുക്ക് തോന്നും. നടന്നതാണോ എന്നറിയില്ല, ഒരു കഥ ഇങ്ങനെ വാട്സപ്പിൽ വന്നത് വായിച്ചതാ. അപ്പൊ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റില് ഒരു ടീച്ചർ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ആയി വരും. ഓക്കെ, വാല്യൂസ്, അതായത് ഹ്യൂമൻ റെസ്പെക്ട്, പേഴ്സണൽ ഇന്റഗ്രിറ്റി,
മോറൽ സൗണ്ട്നെസ്, അതാണ് മോറൽ സൈഡ്, പേഴ്സണൽ ഇന്റഗ്രിറ്റി. പിന്നെ സെൽഫ് ഡയറക്ഷൻ, പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ്, ഇനീഷ്യേറ്റീവ് എടുക്കുക, ഇതൊക്കെ ഭയങ്കര മടിയായിരിക്കും കുട്ടികൾക്ക്. അപ്പൊ അതിന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ടീച്ചർമാര് ചെയ്യും അല്ലെ. ടീച്ചർമാര് കുട്ടികളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ആ ഒരു കാര്യം ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചിട്ട് കുട്ടികളെ ഓരോന്നൊക്കെ ഏൽപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു സെൽഫ് ഡയറക്ഷൻ, പിന്നെ ഗ്രൂപ്പ് കൊഹീഷൻ, ടുഗദർനെസ്, ഒരു വി ഫീല് നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തോന്നില്ലേ. അപ്പൊ നിങ്ങൾ 3 ബാച്ചസ് ആണ് വന്നിരിക്കുന്നത്, നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ടാവുമായിരിക്കും. ഒരു വി ഫീൽ നമുക്ക് തോന്നും. നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സാം ടൈം ആകുമ്പോൾ പരസ്പരം സ്റ്റഡി, കമ്പൈൻ സ്റ്റഡി നടത്തുന്നു. പണ്ടൊക്കെ വീടുകളിൽ നേരിട്ട് വന്നായിരുന്നു കമ്പൈൻ സ്റ്റഡി. ഇപ്പൊ അത് ത്രൂ ഗ്രൂപ്പിലൂടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പ് കൊഹീഷൻ, ഒരു ടുഗദർനെസ്, ഒരു വി ഫീൽ, ഇതെല്ലാം. അപ്പൊ അങ്ങനെ നമ്മളിപ്പോ ഓരോ എക്സാംസ് ഒക്കെ വരുമ്പോൾ, പ്രത്യേകിച്ചും ഹയർ ക്ലാസ്സുകളിൽ 10th +2 അങ്ങനെയൊക്കെ എക്സാം ഒക്കെ വരുമ്പോൾ പലപ്പോഴും ടെൻഷൻ, കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ തന്നെയാണെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം സോൾവ് ചെയ്തു പോകണം. അതും ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് പഠിത്തമായിട്ട് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളായിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിട്ട് റിലേറ്റഡ് ഒക്കെ ആയിരിക്കാം. പിന്നെ പല രീതിയിലുള്ള നമുക്കിപ്പോ ഈ ഒരു എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ കുറെ ആളുകൾ, കുറെ ഓതേഴ്സുകളും പല പ്രസന്റേഷൻസും എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം എഴുതിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പലരുടെയും അപ്രോച്ചസ്, പലരുടെയും ഒരു കോൺട്രിബ്യൂഷൻസിന്റെ പലതും റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്, MBO എന്ന് പറയുന്നത്. പിന്നെ ബിഹേവിയർ മോഡിഫിക്കേഷൻ, ഇതന്നെ. അതായത് കുട്ടികളുടെ ബിഹേവിയർ, ടീച്ചറുടെ ബിഹേവിയറിൽ ചേഞ്ചസ്, ബിഹേവിയർ മോഡിഫിക്കേഷൻ, പിന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ക്ലാസ്സിൽ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കണമെന്നൊന്നും ഇല്ലല്ലോ, എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാം. പിന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ്, TA ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ട്രാൻസാക്ഷൻ അനാലിസിസ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ലൈഫ് ആയിരിക്കും എന്നാ പറയുന്നത്. ആ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ഉയർച്ച താഴ്ചകളൊക്കെ വന്നാലും നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ലൈക്ക് നമുക്കൊരു വേറൊരാളോട് ഒരു ജലസോ, അയാളോട് ഒരു ദേഷ്യമോ, അങ്ങനത്തെ ഇതൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ട്രാൻസാക്ഷൻ അനാലിസിസ് അതായിരുന്നു ജസ്റ്റ് അതൊന്ന് പറയാം. അതൊരു കോഴ്സായിട്ടൊക്കെ ചെയ്യണം എന്ന് ഞാനൊക്കെ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. ഡോക്ടർ പേജ് നമ്പർ ഒന്ന് പറയോ? പേജ് നമ്പർ 15, യൂണിറ്റ് 2 ആണ്, മോഡ്യൂൾ 4. ഒരു സൈക്കോ അനാലിറ്റിക് തിയറിയാണ് ട്രാൻസാക്ഷൻ അനാലിസിസ്. ഒരുതരം തെറാപ്പിയാണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് ഒരു സോഷ്യൽ ബീയിങ് ആണ് അല്ലെ നമ്മളെല്ലാവരും. നമുക്കൊരു ഇൻഡിവിജ്വൽ ആണെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നമ്മൾ സോഷ്യൽ വെൽനെസ് എന്ന് പറഞ്ഞിട്ട് വെൽനെസ്സിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റ് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങൾ നമ്മൾ വരും. നമ്മളൊരു ഒരു യാത്രയ്ക്ക് ഒരു മീഡിയം സ്വീകരിക്കുമ്പോൾ, നമ്മൾ ട്രെയിനിൽ കയറുന്നു, ബസ്സിൽ കയറുന്നു, അല്ലെങ്കിൽ എന്ത് തന്നെയാലും ഓട്ടോയിൽ കയറുന്നു, അങ്ങനെ ആകുമ്പോൾ നമ്മൾ വേറെ ആളുകളുമായിട്ട് പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടും കണക്ട് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ നമ്മളുടെ സോഷ്യൽ ഇന്ററാക്ഷൻസിനെ അനലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ സ്വഭാവം മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ഒരുമിച്ച് പോയിട്ട് ട്രാൻസാക്ഷൻ അനാലിസിസ് ചെയ്യും. പിന്നെ അവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ല രീതിയിലേക്ക് മാറുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു, അതായത് നമ്മുടെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാനും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും, മറ്റേയാളുടെ ബിഹേവിയർ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിന്നെ അയാളോട് പെരുമാറുമ്പോൾ അതിനനുസരിച്ച് പെരുമാറും. ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണെങ്കിൽ. അപ്പൊ അതെല്ലാം ഇവിടെ അപ്ലിക്കബിൾ ആണ് ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിൽ. പലപ്പോഴും ടീച്ചേഴ്സിന് പല അപ്ഗ്രേഡിംഗ് ക്ലാസ്സസ് കൊടുക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ട്രാൻസാക്ഷൻ അനാലിസിസും അങ്ങനെയുള്ള പല മെത്തേഡ്സും യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു കുട്ടികളെ മാത്രമായിട്ടായിരിക്കില്ല ഒരു ടീച്ചർക്ക് കണക്ഷൻ ഉള്ളത്, കുട്ടികളുടെ പാരന്റ്സ് ആയിട്ടുണ്ടാവും അല്ലെ.
പാരന്റ്സിനെ ഡീൽ ചെയ്യാൻ പലപ്പോഴും ടീച്ചേഴ്സ് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. കാരണം പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ള പാരന്റ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ TA ഒക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഇതൊക്കെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. ഒരു ഈഗോ സ്റ്റേറ്റിനെ മനസ്സിലാക്കി നമ്മൾ അനാലിസിസ് നടത്തുന്നത്. അതൊന്നും ഇവിടെ കാര്യമായിട്ടൊന്നും വേണ്ട, ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചില ബിഹേവിയർ മോഡിഫിക്കേഷനും ബിഹേവിയർ അനാലിസിസും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വെച്ചിട്ട് ആ രീതിയിൽ നമ്മൾ ചെയ്തു പോകാറുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ലെസണിലെ മാനേജ്മെന്റ് ജനറൽ കൺസെപ്റ്റിലെ മാനേജ്മെന്റ് നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടാവും. അവിടെ ഹെൻറി ഫയേഴ്സിന്റെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. യെസ്, അത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അടുത്ത ക്ലാസ്. ഓക്കെ. അതില് മാനേജ്മെന്റിന്റെ കുറെ ഫങ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണെങ്കിലും അതുപോലെ തന്നെ വേരിയസ് ടാസ്ക് വരുന്നുണ്ട്. അതായത് പ്ലാനിങ്. നമ്മളൊരു കാര്യം മാനേജ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ, നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ വീട്ടിലൊരു കാര്യം ചെയ്യുമ്പോൾ, നമുക്ക് വീട്ടിലൊരു ഫങ്ഷൻ വരാൻ പോവുകയാണ്, കല്യാണമാണെന്ന് വിചാരിച്ചു. നമ്മളുടെ ഫാമിലിയിൽ, വീട്ടിൽ തന്നെ ആവണമെന്നില്ല, നമ്മുടെ ഫാമിലിയിൽ. അപ്പൊ നമ്മളെല്ലാരും അതും വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു ഫങ്ഷൻ നല്ല രീതിയിൽ നടത്താനായിട്ട് നമ്മൾ താല്പര്യപ്പെട്ടിരിക്കുകയായിരിക്കും. പല രീതിയിലുള്ള പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും കോർഡിനേഷനും എല്ലാം അവിടെ നടക്കും, അല്ലേ? അത് കല്യാണം എന്ന് പറയുമ്പോൾ പല ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഡ്രസ്സ് എടുക്കണം, ഗോൾഡ് എടുക്കണം, ഹാള് ബുക്ക് ചെയ്യണം, പിന്നെ ആളുകളെ ഇൻവൈറ്റ് ചെയ്യണം, വണ്ടി, അങ്ങനത്തെ സൗകര്യങ്ങൾ നോക്കണം. പിന്നെ എന്താ പറയാ, ആരെങ്കിലും വരുമ്പോൾ, ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം കൂടെ ചിലപ്പോൾ ഒരാൾ ചെയ്യില്ലായിരിക്കും, അയാൾ കോർഡിനേറ്റ് ചെയ്യും, പല ആളുകളെ ഏൽപ്പിക്കും. പൂ വാങ്ങാൻ, അല്ലെങ്കിൽ അങ്ങനെ മേക്കപ്പ് ആ സൈഡ് ഒരാള്, അങ്ങനെ കുറെ പേരെ ഓരോന്നായിട്ട് ഏൽപ്പിക്കും. അങ്ങനെ ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും, ഓർഗനൈസ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും, കാര്യങ്ങൾ മുഴുവനും കോർഡിനേറ്റ് ചെയ്യാൻ ആളുകളുണ്ടായിരിക്കും, പ്ലാൻ ചെയ്യുന്നത് ഒരാളായിരിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു പ്രോഗ്രാമിന്റെ കുറെ കാര്യങ്ങൾ ചെയ്യും, അല്ലെ? അതുപോലെ തന്നെയാണ് ഒരു ക്ലാസ് റൂം മാനേജ് ചെയ്യുമ്പോൾ വേരിയസ് ടാസ്ക് ആണ് വരുന്നത്. അത് ചെയ്യുന്നത് ഇവിടെ ടീച്ചേഴ്സ് ആണ്. ക്ലാസ് റൂമിൽ വരുന്ന ഒരേ ഒരു വ്യക്തി ടീച്ചറാണല്ലേ. അപ്പൊ ഈ ഒരു ടീച്ചർക്ക് അതിന് വേണ്ടുന്ന ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, അവരുടെ ഒരു റോള്. ബാക്കി ക്ലാസ് റൂമിലെ കാര്യങ്ങളെല്ലാം, ജോലികളെല്ലാം, ടാസ്ക് എല്ലാം ചെയ്യുന്ന ടീച്ചറാണ്. എല്ലാം ഉണ്ട്, കൺട്രോളിങ്, കമ്മ്യൂണിക്കേറ്റിംഗ്, ബിഹേവിയർ, അങ്ങനെ പല കാര്യങ്ങളും വരും. അപ്പൊ ഒരു ടീച്ചറുടെ ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ, ടീച്ചറുടെ ടാസ്ക് എല്ലാം ഓർഗനൈസ് ചെയ്യപ്പെടുന്നത് ആ ക്ലാസ് റൂം മാനേജ്മെന്റ് കൂടിയായിരിക്കും. ശരിക്കും ഒരു സിസ്റ്റം ഓഫ് ആക്ഷൻസും ആക്ടിവിറ്റീസും ഒരു ക്ലാസ് റൂമിനകത്ത് മാനേജ് ചെയ്യപ്പെടുന്നു. ടീച്ചർ ടോട്ട് റിലേഷൻഷിപ്പ്, ടോട്ട് എന്ന് പറയുന്നത് സ്റ്റുഡന്റിനെയാണ് കേട്ടോ. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് ഓർ ഇന്ററാക്ഷൻ, ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇന്ററാക്ഷൻ, അതിലൂടെ ലേണിംഗ് നടക്കുന്നു. ആ ക്ലാസ് റൂമിനെ ടീച്ചർ മാനേജ് ചെയ്യുന്നു. അതിൽ കുറെ ആക്ഷൻസും ആക്ടിവിറ്റീസും നടക്കും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കാൻ നേരത്ത് നമ്മളും കുറെ ആക്ടിവിറ്റീസ് നമ്മൾ ക്ലാസ്സിൽ പറയുന്നു, നിങ്ങൾ അത് ചെയ്യുന്നു. കുറെ അല്ലാതെ കുറെ വർക്കുകൾ തരുന്നു, നിങ്ങൾ അത് ചെയ്യുന്നു. അങ്ങനെ പല ഒരു നിങ്ങൾ ചെയ്യാനെടുക്കുമ്പോൾ ഇതാ മിസ് തന്ന വർക്ക്. അപ്പൊ അവിടെ ആ ഒരു ടീച്ചറുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുന്നു. സംശയം തോന്നുമ്പോൾ ആ ടീച്ചറുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, ഇന്ററാക്ട് ചെയ്യുന്നു. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം, അത് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നടക്കുന്നത്. ചിലപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ത്രൂ ഫോൺ കോൺടാക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യും. അപ്പൊ അവിടെ ഒരു റിലേഷൻഷിപ്പും ഇന്ററാക്ഷനും ടീച്ചറും സ്റ്റുഡൻസുമായിട്ട് ഉണ്ടാവും. ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. അതിലെ ബേസിക് കമ്പോണൻസ് ടീച്ചേഴ്സും സ്റ്റുഡൻസും തന്നെയാണ്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഈ ക്ലാസ് റൂം ആക്ടിവിറ്റീസിനെ മാനേജ് ചെയ്യുന്നു. പിന്നെ ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പല കാര്യങ്ങളെയും, സെവറൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പലപ്പോഴും ടീച്ചറുടെ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ടീച്ചേഴ്സ് വന്ന് ചിലപ്പോൾ പഠിപ്പിച്ച് അങ്ങനെ പോവുകയുള്ളായിരിക്കും, എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങളൊന്നും ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. അപ്പൊ ആ ഒരു
അവിടുത്തെ റിലേഷൻഷിപ്പ് അത് വേറൊരു രീതിയിലായിരിക്കും. ചില ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവിടെ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, അപ്പൊ സെവറൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. ചില ടീച്ചേഴ്സിനെ നമ്മൾ ചിലപ്പോ അങ്ങ് മറന്നു പോകും, അല്ലെ? ചിലരുടെ പക്ഷെ നമുക്ക് ഭയങ്കര ഓർമ്മയായിരിക്കും. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിപ്പിച്ച ടീച്ചർമാരെയൊക്കെ നമുക്ക് നല്ല നമ്മുടെ മനസ്സിലുണ്ടാവും. അത് ഈ അവരുടെ ആ മോഡ് ഓഫ് റിലേഷൻഷിപ്പിൽ നിന്ന് വരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ആക്ഷൻസും ആക്ടിവിറ്റീസും ക്ലാസ് റൂമിനകത്ത് മാനേജ് ചെയ്യപ്പെടും. ഇനി ഈ ആക്ഷൻസ് എന്ന് പറയുന്നത് അത് നോൺ വെർബൽ ബിഹേവിയർ ആകാം. നമ്മൾ നോൺ വെർബൽ ക്യൂസ് എന്ന് പറയില്ലേ, ഒരു ടീച്ചർ ചിരിക്കുന്നതും ആ ടീച്ചർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും പറയുന്നത് ചില ആക്ഷൻസ് കാണിക്കുന്നുണ്ടാവാം. അങ്ങനെ ചില ടീച്ചർമാരെയൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ മലയാളം പഠിപ്പിച്ചിരുന്നത് സാർ എപ്പോഴും റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഈ എഴുതുന്ന പോലെ ഒരു ആക്ഷൻ ആയിരുന്നു സാറിന്. ഇപ്പോഴും സാറിനെ പറ്റി 10th മലയാളം പഠിപ്പിച്ചത് ഇപ്പോഴും സാറിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അതാ. ഈ വാച്ച് ഭയങ്കര ലൂസായിട്ട് കൈ കിടക്കും, ഊരിപ്പോന്നുള്ള രീതിയിൽ കൈയുടെ ഈ ഭാഗത്ത് വന്ന് ഇങ്ങനെ കിടക്കും. എന്നിട്ട് സാർ ഇങ്ങനെ എഴുതുന്ന പോലെയാണ് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടാണ് സാർ സംസാരിക്കുന്നത്. നല്ലപോലെ ക്ലാസ് എടുക്കുമായിരുന്നു. അത് മാത്രമല്ല ഈ ഒരു മാനറിസം സാറിന് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളുടെ ആ ഒരു ഐഡന്റിറ്റി, സാറിന്റെ ഒരു ഐഡന്റിറ്റി അതായിരുന്നു നമുക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത്. അപ്പൊ ടീച്ചർ എന്തോ എനിക്കുണ്ടായിരുന്നു അങ്ങനത്തെ ടീച്ചർ, ഹിന്ദി ടീച്ചർ. ആ ടീച്ചർ സ്പെക്സ് ആയിരുന്നു. സ്പെക്സ് ലൂസായിട്ട് ഇവിടെ മൂക്കിന്റെ അവിടെ വെക്കുക. എന്നിട്ട് എന്ത് പറയാലും അയ്യോ എന്ന് പറഞ്ഞിട്ട് അത് കയറ്റി വെക്കും മുകളിലേക്ക്. വീണ്ടും അത് ഇറങ്ങും, വീണ്ടും കയറ്റി വെക്കും. അങ്ങനെ നല്ല രസമൊക്കെ കാണുമ്പോ. ചില ടീച്ചേഴ്സിന്റെ ചിരിയായിരിക്കാം, അല്ലെങ്കിൽ ചില ടീച്ചേഴ്സ് അതർ ആക്ടിവിറ്റീസ് ചെയ്യും, പാട്ട് പാടുന്നവരുണ്ടാവാം, അല്ലെ? അങ്ങനെയൊക്കെ ഇപ്പൊ ടീച്ചർമാരൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ മുന്നിൽ ക്ലാസ്സിൽ ഡാൻസ് ചെയ്യാനൊന്നും അവർക്കൊരു മടിയില്ല. പണ്ടെന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും അങ്ങോട്ട് ക്ലോസ് ഡാൻസ് ചെയ്യും, പാട്ട് പാടിട്ടൊക്കെ ഉണ്ടാവാം. അതിനപ്പുറത്തേക്കൊന്നും ടീച്ചേഴ്സ് ഒന്നും ചെയ്തതായിട്ട് എന്റെ ഓർമ്മയിലില്ല. എന്റെ ഫേമസ് ടീച്ചർ എന്റെ മദർ ഇൻ ലോയാണ്. ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. 3rd സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 7th ഒക്കെ ആയപ്പോഴേക്കും പുള്ളിക്കാരത്തി മരിച്ചുപോയി. ഓ ശരി ശരി. അപ്പം ഈ മാരേജ് ആയപ്പം അറിയുമായിരുന്നു ഇതാണ് മദർ ഇൻ ലോ എന്നുള്ളത് അറിയുമായിരുന്നു. അന്നേ അറിഞ്ഞുള്ളൂ. ടീച്ചർ കാണിക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ചിലപ്പോൾ വെർബൽ ഇന്ററാക്ഷൻ ആകാം, വെർബൽ കമ്മ്യൂണിക്കേഷൻ ആകാം, പിന്നെ ടീച്ചർക്ക് പല സ്കിൽ ഉണ്ടാകാം, ഒരു പ്രൊഫഷ്യൻസി ഒക്കെ ഉണ്ടാകാം. ശരിക്കും ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ ഫോക്കസ് നമുക്ക് റിസൾട്ട് എന്താണ് വേണ്ടത്? കുട്ടികളെ നല്ല പ്രൊഡക്റ്റീവായിട്ട് പുറത്തേക്ക് ഇറക്കുക എന്നുള്ളത്. അവരെ നല്ലൊരു ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോയി അവരെ കേപ്പബിൾ ആക്കുക, അവരുടെ കപ്പാസിറ്റി കണ്ടെത്തി അതിനനുസരിച്ച് അവരെ കേപ്പബിൾ ആക്കുക എന്നുള്ളത് തന്നെയാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. നമ്മൾ ഇതുവരെയും പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമെന്ന് വിചാരിക്കണു. നമുക്ക് ക്ലാസ് റൂം മാനേജ്മെന്റ് അക്കാദമിക് ഏരിയയിലെ എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത്. ഞാൻ ഇതിങ്ങനെ എടുത്തു പോകുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ മെയിൻ എക്സാമും ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇതിരുന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ക്ലാസ് ഇങ്ങനെ എടുത്തു പോകുന്നത് കേട്ടോ. ചിലപ്പോൾ ഒത്തിരി ഉറക്കമൊക്കെ വരാം. ശരിക്കും ഒരു എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഒരു ക്രൂഷ്യൽ റോൾ തന്നെയാണ് അക്കാദമിക് ഏരിയസിൽ. അപ്പൊ നമുക്കറിയാം അക്കാദമിക് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന 2 കീ ഫാക്ടേഴ്സ് ടീച്ചർമാരും കുട്ടികളുമാണ്, അല്ലെ? ഒരു ക്ലാസ് റൂമിൽ അറ്റ് എ ടൈം ഒരു ടീച്ചറും ഉണ്ടാവും, കുറെ കുട്ടികളും ഉണ്ടാവും. ഇവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, എന്തെല്ലാം ആക്ടിവിറ്റീസ് ആക്ഷൻസ് ആണ് ആ ക്ലാസ് റൂമിൽ നടക്കുന്നത്. പിന്നെ പല എന്താ പറയാ ഒരു സെറ്റിങ്സിനനുസരിച്ച് പല രീതിയിൽ മാറും. അതിപ്പോ എക്സാം ടൈം ആകുമ്പോൾ ഒരു രീതിയായിരിക്കും, ആർട്സ് റിലേറ്റഡ് എന്തെങ്കിലും ആണെങ്കിൽ വേറൊരു രീതിയായിരിക്കും, സ്പോർട്സ് റിലേറ്റഡ് ആണെങ്കിൽ വേറൊരു രീതി, ഇപ്പൊ ഒരു എക്സിബിഷൻ നടക്കുവാണോ വേറെ രീതി, സ്റ്റഡി ടൂർ ഉണ്ടെങ്കിൽ വേറെ രീതി. അങ്ങനെ ഡിഫറെന്റ് സെറ്റിങ്സ് വരുമ്പോൾ ആ ക്ലാസ് റൂമിലെ ആക്ഷൻസും ആക്ടിവിറ്റീസും അതിനനുസരിച്ച് മാറും. പിന്നെ സബ്ജക്റ്റിനെ കുറിച്ച് മാത്രമുള്ള ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ അല്ല കുട്ടികൾ കടന്നു പോകുന്നത്. അവർക്ക് പല വാല്യൂസും കിട്ടുന്നത് ഈ ഒരു ക്ലാസ് റൂമിൽ നിന്നാണ്. അപ്പൊ ഒരു ക്ലാസ് റൂമിന്റെ മാനേജർ എന്ന് പറയുന്നത് ടീച്ചർ തന്നെയാണ്. അപ്പൊ പല റോളുകളാണ് ആ ഒരു ടീച്ചർ ആ ഒരു ക്ലാസ് റൂമിൽ ചെയ്യുന്നത്. പലപ്പോഴും പല ടാസ്കുകൾ ടീച്ചർക്ക് ചെയ്യാനായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ടും അതിന്റെ റിസൾട്ടിലേക്ക് എത്തിക്കേണ്ടതായിട്ടും വരും. പലപ്പോഴും ടീച്ചേഴ്സ് പല ചലഞ്ചസ് ഫേസ് ചെയ്യും. അപ്പൊ ഈ ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യാൻ, ടീച്ചർമാരെ ഡെവലപ്പ് ചെയ്യാൻ, അവരെ കൂടുതൽ പ്രോഗ്രസീവ് ആക്കാനായിട്ട്
ആ ഒരു സ്കൂൾ മാനേജ്മെന്റ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും. പിന്നെ ടീച്ചേഴ്സും കുട്ടികളുമായിട്ട് ഉള്ള കമ്മ്യൂണിക്കേഷൻ അത് വെർബലും ഉണ്ടാകും, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും ഉണ്ടാകും. പിന്നെ കുട്ടികൾ മാത്രമായിട്ടല്ല ടീച്ചർ അപ്പൊ കണക്റ്റഡ് ആവുന്ന കുട്ടികളുടെ പാരന്റ്സുമായിട്ട്. അപ്പൊ ഒരു സൊസൈറ്റിയുമായിട്ടുള്ള കണക്ഷനാണ് ടീച്ചർക്ക് ഉണ്ടാകുന്നത്. പല പല സൊസൈറ്റികളിൽ നിന്നുള്ള കുട്ടികളായിരിക്കും വരുന്നത്. അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ കൂടുതൽ മനസ്സിലാക്കി പാരന്റ്സുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ ടീച്ചർക്ക് പലപ്പോഴും കുട്ടികളുടെ ബിഹേവിയർ പാരന്റ്സിന്റെ ബിഹേവിയർ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴാണ് ഇവരെ പല രീതിയിലുള്ള അപ്രോച്ചസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും, ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ട്രാൻസാക്ഷൻ അനാലിസിന്റെ മെത്തേഡ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ബിഹേവിയർ മനസ്സിലാക്കുക, കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക. ചിലപ്പോൾ പാരന്റ്സ് നമ്മുടെ മുന്നിൽ വന്ന് ഷൗട്ട് ചെയ്യാം, ചിലപ്പോൾ ബേസ്റ്റ് ഔട്ട് ചെയ്യാം, ചിലപ്പോൾ കരയാം മക്കളെ കുറിച്ച് പറയുന്നത്. അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മളുടെ ആ ഒരു മെന്റൽ ഹെൽത്ത് തന്നെയാണ്. അപ്പോൾ മെന്റലി ഹെൽത്തി ആയിരിക്കണം ഒരു ടീച്ചർ. നിങ്ങൾക്ക് ഇതൊന്നും നമ്മുടെ മറ്റ് ടോപ്പിക്സുമായിട്ട് ഡിപ്ലോമയിലെ ടോപ്പിക്സുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ മെന്റലി ഹെൽത്തി ആയിരിക്കണം ടീച്ചർ. കഴിഞ്ഞ ദിവസം വളരെ സങ്കടത്തോടു കൂടി ഒരു ടീച്ചറുടെ അവസ്ഥ കേൾക്കുമായിരുന്നു കേട്ടോ. എക്സാം ടൈമായി, ടീച്ചർ കുട്ടികളെ നല്ലപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ടീച്ചർ ഒരു ക്ലാസ് റൂമിലേക്ക് കിടക്കുകയാണ്. ടീച്ചർ ചെന്നപ്പോഴേക്കും കുട്ടികൾ ടീച്ചറെ മൈൻഡ് ചെയ്യുന്നില്ല. ഈ റീസെന്റ് നടന്നൊരു സംഭവം. കുട്ടികൾ ടീച്ചർ മൈൻഡ് ചെയ്യുന്നില്ല. ടീച്ചർക്ക് ഭയങ്കര വിഷമമായി. ടീച്ചർക്കാണെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അവരെ നല്ല രീതിയിൽ തന്നെ ടീച്ചർ പഠിപ്പിക്കുന്ന ഒരാളുമാണ്, നല്ല രീതിയിൽ അവരോട് ഇടപഴകുന്ന ഒരാളുമാണ്. അപ്പൊ ഇങ്ങനെ ഈ ക്ലാസ്സിലേക്ക് ചെന്നപ്പോൾ കുട്ടികൾ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ടീച്ചർ വന്നതേ എന്തോ അവർക്ക് ഒരു ന്യൂസെൻസ് ആയ പോലത്തെ രീതിയിൽ കുട്ടികൾ മൈൻഡ് ചെയ്യാതിരിക്കും. ടീച്ചർ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പിള്ളേരെ ഒന്ന് എണീറ്റ് ഒന്ന് വിഷ് ചെയ്തോടെ എന്തോ ചോദിച്ചു. അപ്പൊ ടീച്ചറോട് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഏതോ രീതിയിൽ നെഗറ്റീവായിട്ട് കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നു. ആ ടീച്ചർ അപ്പൊ തന്നെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് എന്താ പറയാ റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുക്കാനായിരുന്നു. അങ്ങനെ ഒരു ടീച്ചറിന്റെ അനുഭവം ഞാൻ ഈ റീസെന്റ് കേട്ടു. നടന്ന സംഭവമാണ്. CBSE സ്കൂളായിരുന്നു. ഇന്നലെ എനിക്കൊരു അനുഭവം. എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറാണ്. അപ്പോൾ അവര് പോകുന്ന സ്കൂൾ ബസ്സിൽ തന്നെയാണ് ടീച്ചറും പോകുന്നത് വീട്ടിലേക്ക്. അപ്പൊ അന്ന് സാധാരണ സീറ്റൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കും. അപ്പൊ അന്ന് എന്തോ കാലിന്റെ എന്തോ പെയിനെങ്ങാട്ടുണ്ടായിട്ട് ഒരു മോനോട് മോനൊന്ന് എണീക്കുമോന്ന് ചോദിച്ചു. അപ്പൊ തന്നെ നോ എന്ന് പറഞ്ഞു കുട്ടി. നോർമലി നമ്മളെല്ലാം ഒരു ടീച്ചറിനെ കണ്ടാൽ പെട്ടെന്ന് എഴുന്നേറ്റ് സീറ്റ് കൊടുക്കും, അങ്ങനെയാണല്ലോ. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഭയങ്കര സങ്കടം വന്നു. കാരണം എന്താ ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെ തീരെ ഒരു ബഹുമാനവും റെസ്പെക്റ്റ് ഒന്നും ഇല്ലാതെ ഒരു പെരുമാറ്റവും, അങ്ങനെ പറഞ്ഞതിന് കംപ്ലൈന്റ് കൊടുക്കുന്നതും, അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പോക്കാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്നുള്ള രീതിയിൽ. എവിടെയോ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. മേ ബി എന്താ അറിയില്ല. പക്ഷെ അതൊരു നല്ലൊരു പാവം ടീച്ചറായിരുന്നു. പക്ഷെ ടീച്ചർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായ വിവരം ഞാനിങ്ങനെ അറിയുന്നത്. പക്ഷെ ഈ കൊറോണ അതേപോലെ തന്നെ ഒരു ടീച്ചർ, ഒരു കാല് വയ്യ ടീച്ചറിന്, ഹാൻഡിക്യാപ്ഡ് ടീച്ചർ ബർത്ത്ഡേ മിസ്സിന് അങ്ങനെ കാല് വയ്യാത്തതാണ്, ഹാൻഡിക്യാപ്ഡാണ്. വലിയ സ്കൂളിലാണ് പഠിക്കുന്നത് വലിയ വലിയ കാശുള്ളവരുടെ പിള്ളേരാണ് പഠിക്കുന്നത്. ടീച്ചറിനെ എപ്പോഴും പിള്ളേർ ഇങ്ങനെ കളിയാക്കുമല്ലോ, കാല് വയ്യാത്തതിനെ ഒരു പേരും പറഞ്ഞ് കളിയാക്കുമല്ലോ, അങ്ങനെ കളിയാക്കുന്നു പിള്ളേരെ എപ്പോഴും. അപ്പൊ ടീച്ചർ പറയും, വലിയ ഗവൺമെന്റ് സ്കൂളിലാണെങ്കിൽ സാധാരണക്കാരുടെ പിള്ളേർ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ പിള്ളേരെ സ്നേഹിക്കുമെങ്കിലും ചെയ്തേനെന്ന് പറയും. ഇപ്പോഴത്തെ പിള്ളേരെ നമ്മൾ ചെറിയ പിള്ളേരെ പഠിപ്പിക്കണതാണ് ഏറ്റവും നല്ലത്. നമുക്ക് അവർക്ക് സ്നേഹം കിട്ടും. വലിയ പിള്ളേർക്ക് നമുക്ക് ഇപ്പൊ പണ്ടത്തെ പിള്ളേരെല്ലാം നമ്മളൊക്കെ പഠിച്ചു വന്നത്, നമ്മുടെ പഴയ കാലത്ത് പഠിച്ചു വന്ന പോലത്തെ പിള്ളേരല്ല ഇപ്പൊ പഠിക്കണേ. നമ്മളെല്ലാം പിള്ളേര് ഈ കൊറോണയ്ക്ക് ശേഷം കുറെ മാറ്റങ്ങൾ പിള്ളേർക്ക് വന്നിട്ടുണ്ട് മാം. ഈ മൊബൈല് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷം പിള്ളേരെ കുഞ്ഞു മുതല് ഈ മൊബൈലിൽ കയറിയിട്ട് കുറച്ചൊക്കെ നമ്മളെക്കാളൊക്കെ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് പിള്ളേർക്ക്. ഇപ്പൊ അനുസരണക്കേടും അതിന് മെയിൻ റീസൺ പാരന്റ് തന്നെയാണ്. കാരണം ഒരു അധ്യാപക കുട്ടികളെ ഷൗട്ട് ചെയ്യുകയോ തല്ലുകയോ ചെയ്താൽ ഉടനെ പാരന്റ് വന്ന് കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ആ പാരന്റ് നമ്മളെ കുട്ടികളെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്ത അധ്യാപകർ നിന്നെ തല്ലിയാൽ നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് മക്കളെ പറഞ്ഞ് തിരുത്തിയിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. മിക്ക പേരന്റുകളും ടീച്ചർ കുട്ടികളെ തല്ലിയാൽ ഉടനെ തന്നെ ആ ടീച്ചറിനെ കുറ്റം പറയാം കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കും നമ്മുടെ കാലഘട്ടങ്ങളിൽ തന്നെയുള്ള പിള്ളേർ തന്നെ. പക്ഷേ നമ്മുടെ പേരന്റ് ഒരിക്കലും നമ്മൾ ടീച്ചറിനെ തല്ലി എന്നും പറഞ്ഞ് നമ്മളെ ഒന്ന് കരയുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും നമ്മളുടെ കൂടെ നിൽക്കില്ല. അധ്യാപകർ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടാ തല്ലിയത്, തെറ്റുകൾ ആവർത്തിക്കരുത്, പഠിച്ചുകൊണ്ട് ചെല്ലണം എന്നുള്ള രീതി പറയും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ അച്ഛനമ്മമാർ അങ്ങനെയല്ല. കുട്ടികൾ ഒന്ന് നോവിച്ച അപ്പം അവർ ഷൗട്ട് ചെയ്യും.
അത് അധ്യാപകരുടെ അടുത്ത് വന്ന് ഒച്ചയെടുക്കും, അധ്യാപകരെ കുറ്റം പറയും. PTA മീറ്റിങ്ങിലൊക്കെ ടീച്ചേഴ്സിനെ കുട്ടികളുടെ മുമ്പിൽ നിന്നാ പറയുന്നത്. അതൊക്കെ കൊണ്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ തലമുറകളിലെ കുട്ടികൾ കുറച്ചുകൂടി ഈ തൻ്റെ ഇടത്തോടുന്ന ടീച്ചേഴ്സിനോടൊക്കെ പെരുമാറുന്നത്. അത് മാറുമ്പോൾ ശരിയാവും എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. കോവിഡ് സമയത്തെ കാര്യം ഇപ്പോ ലവ്ലി പറഞ്ഞപ്പോ ഞാനൊരു പാരന്റിന്റെ കാര്യം ഓർക്കുമായിരുന്നു. അവര് ചെയ്തൊരു വൈസ് ഡിസിഷൻ. കാര്യം അവര് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കുട്ടിയുടെ കയ്യിൽ ഓൺലൈൻ ക്ലാസ്സിൽ മൊബൈൽ കൊടുക്കാൻ അവര് സമ്മതിച്ചില്ല. അതിന് പകരം അവരെന്ത് ചെയ്തു? ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ. ഇവരെന്ത് ചെയ്തു? കുട്ടിയെ അവിടെ കളിക്കാനായിട്ട് വിട്ടിട്ട് ഇവര് ക്ലാസ്സിൽ ഇരിക്കും. ക്ലാസ്സിലെടുത്ത ടീച്ചർ പറയുന്നത് മുഴുവനും മനസ്സിലാക്കി നോട്ടൊക്കെ എഴുതി അതുപോലെ എഴുതിയിട്ട് അവരിരുന്ന് കുട്ടിയെ പഠിപ്പിക്കും. അപ്പൊ കുട്ടി ഡിജിറ്റൽ വേൾഡുമായിട്ട് യാതൊരു കണക്ഷനും കുട്ടിക്ക് വന്നില്ല. ആ കുട്ടിക്ക് മൊബൈൽ യൂസ് ചെയ്യാനോ അതിന് അങ്ങനെ അഡിക്ഷനോ ആ കുട്ടി ആയില്ല. പക്ഷെ ബാക്കിയുള്ള നമ്മുടെ കുട്ടികൾക്കോ അവരൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ കയറിയിരുന്നു. അവർ മൊബൈല് യൂസ് ചെയ്യാൻ. എന്റെ മോള് കുഞ്ഞിന് കൊടുക്കാറില്ല. എന്തൊക്കെ വാശി പിടിച്ചാൽ അവള് പറയും മൊബൈൽ ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവൻ തൊടില്ല. അങ്ങനെ കുറച്ച് ഇതുണ്ട്. പലയിടത്തും ഇങ്ങനെ ഇരിക്കുമ്പോ, പ്രത്യേകിച്ച് ബസ്സില്, ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ കാണുന്ന സ്ഥിരം കാഴ്ചയാണ് കൊച്ചു കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ അങ്ങ് ആക്കിയിട്ട് അവരങ്ങ് കൊടുക്കും. സത്യം, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോലും മൊബൈല് കാരണം പേരൻസിന് എളുപ്പമാണ്. മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരുത്ത് തന്നെ വാ വിളിച്ച് ഭക്ഷണം കഴിച്ചോളും. അപ്പൊ അതുകൊണ്ട് അവരത് കൊടുക്കും. പക്ഷെ അത് നല്ലതല്ല. പക്ഷെ അത് തുടങ്ങി വെക്കുന്നത് അപ്പൊ പാരന്റ്സ് അല്ലേ? ജനിച്ചു വരുന്ന കുട്ടിക്ക് അറിയോ മൊബൈലാണ് ഇത് ഇങ്ങനെയുണ്ട്? അതെ മാം. കുട്ടികൾക്ക് ലിമിറ്റ്സ് അറിയില്ലല്ലോ മാം. പാരന്റ്സ് ആണല്ലോ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലിമിറ്റ്സ് അറിയാത്തോണ്ട് ഈ കുറെ നേരം ഇങ്ങനെ യൂസ് ചെയ്ത് നടന്നോളും. ചെയ്തോണ്ടേയിരിക്കും. അതിന്റെ ലൈറ്റ് ഒക്കെ അവർക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. പക്ഷെ ആ ലൈറ്റ് അവരുടെ ബ്രെയിൻ സെൽസിന് ഡാമേജ് ആണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് ക്ലാസ് റൂം മാനേജും ക്ലാസ് റൂമിലെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്ന അതിലെ മെയിൻ കമ്പോണൻസ് ടീച്ചേഴ്സും സ്റ്റുഡൻസുമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ബിഹേവിയർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ടീച്ചറുടെ കുട്ടികളുടെ ബിഹേവിയർ നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ നമ്മൾ പറഞ്ഞ ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബിഹേവിയർ ടീച്ചർ ഒബ്സർവ് ചെയ്യണം. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ ആ കുട്ടിയെ ചേർക്കുമ്പോൾ ആ കുട്ടി ആ ഗ്രൂപ്പിൽ എങ്ങനെയാണെന്ന് നോക്കും. അങ്ങനെ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടുകൾ മനസ്സിലാക്കണം. അങ്ങനെ എന്നാൽ മാത്രമാണ് ആ കുട്ടിയിലേക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണം, എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ടീച്ചർക്ക് മനസ്സിലാവും. ടീച്ചറുടെ ആക്ടിവിറ്റീസ് വെർബൽ ആകാം, വെർബൽ ഇന്ററാക്ഷൻ ആകാം, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ആ രീതിയിലൊക്കെ ആകാം. ഇനി പല രീതിയിലുള്ള ക്ലാസ് റൂം മാനേജ്മെന്റിന്റെ അപ്രോച്ചുകൾ ഉണ്ടായിരുന്നു. പണ്ട് കാലം തുടങ്ങിയ ഇപ്പോഴും നിലനിൽക്കുന്ന, ഇപ്പൊ കുറെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്കൂൾ ബിൽഡിംഗ്, ക്ലാസ് റൂം, അതിനൊക്കെ ഓരോരോ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് ഫെസിലിറ്റീസ് കൂടി. അത് മാത്രമല്ല ക്ലാസ് എടുക്കുന്ന രീതികൾക്ക് വ്യത്യാസം വന്നു. ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിട്ടുണ്ട് അല്ലെ. ടീച്ചർ സെന്റേർഡ് എന്നുള്ളത് മാറി സ്റ്റുഡന്റ് സെന്റേർഡ് ആകുന്നുണ്ട്. ഓൾമോസ്റ്റ് ട്രഡീഷണൽ മെത്തേഡ്സിലും അങ്ങനെ വരുന്നുണ്ട്. നമുക്കറിയാം മോണ്ടിസോറി മെത്തേഡിൽ ഡോമിനന്റ് ആയിട്ടുള്ളത് കുട്ടികൾ തന്നെയാണ്. സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡാണ്. സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്, റിയാലിറ്റി ഓറിയന്റഡ് ആണെന്നൊക്കെ നമുക്കറിയാം മോണ്ടിസോറി മെത്തേഡ്. പണ്ട് കാലങ്ങളിലും ഇപ്പോഴുള്ളതൊക്കെ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ അപ്രോച്ചുകൾ ഡിസൈൻ ചെയ്തതും അതിനെപ്പറ്റി പറഞ്ഞ ആളുകളുടെ പേരും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ ഒരു ഹെർബേർഷ്യൻ അപ്രോച്ചാണ്. ഇനി ഈ അപ്രോച്ചസ് ടു ക്ലാസ് റൂം മാനേജ്മെന്റ് ആർക്കെങ്കിലും സെമിനാർ എടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദ സെമിനാർ. അത് ഓരോന്നായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും. നിങ്ങൾ വായിച്ചു നോക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ആയി തോന്നുന്നുണ്ടോ. ജസ്റ്റ് ഇന്നൊക്കെ ചെല്ലുമ്പോഴേക്കും ഇനി വരുന്ന അപ്കമിങ് ടോപ്പിക്സ് ഒക്കെ ഒന്ന് നോക്കുക. ഏതെങ്കിലും സെമിനാർ എടുക്കാനായിട്ട് പറ്റുന്നതുണ്ടോ എന്നുള്ളത്. വേണമെങ്കിൽ ഇപ്പൊ ഈ ഒരു ടോപ്പിക് ഞാൻ പറയുന്നില്ല, അത് ഞാൻ അങ്ങ് എടുത്തു പോകും. പിന്നെ ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ്, അത് വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. അതിനകത്ത് 3 സ്റ്റേജ് ആണുള്ളത്. നെക്സ്റ്റ് പേജിലാണ്, 18ാമത്തെ പേജിൽ. ആ ഒരു കാര്യം നിങ്ങൾ സെമിനാർ എടുക്കാൻ റെഡി ആണെങ്കിൽ യു ക്യാൻ ടേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാനാണ്. അതായത് പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ഇന്ററാക്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്. അത് നമ്മളൊരു കുട്ടിയെ ഒരു ടോപ്പിക് പഠിപ്പിക്കാനായിട്ട് പോകുമ്പോൾ നമ്മളത് പ്ലാൻ ചെയ്യും. എങ്ങനെ അത് പഠിപ്പിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ചാർട്ട് വർക്ക് വേണോ, എന്തെങ്കിലും മോഡൽസ് കാണിക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്, പ്രീ ആക്റ്റീവ് സ്റ്റേജ്. പിന്നെ നമ്മളുടെ ക്ലാസ് ആണ് സെക്കൻഡ് സ്റ്റേജ്, ഇന്ററാക്റ്റീവ് സ്റ്റേജ്. ഇനി
ആഫ്റ്റർ ക്ലാസ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്, ക്ലാസ് ഒക്കെ കഴിയുമ്പോഴായിട്ടൊരു ഫീഡ്ബാക്ക് വാങ്ങുന്നു, അല്ലെങ്കിൽ കുട്ടികളെയും കൊണ്ട് എന്തെങ്കിലും ഒരു ടെസ്റ്റുകൾ നമ്മൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നോക്കുന്നു. അതെല്ലാമാണ് ഈ പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജിൽ ചെയ്യുന്നത്. അങ്ങനെ 3 സ്റ്റേജ് ഉണ്ട്. കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അത്രയും മാത്രമേ നമുക്ക് അതിലുള്ളൂ. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ പറ്റിയ ഈ ഒരു ചാപ്റ്ററിൽ പറ്റുന്ന വേറെ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാം. അതായത് അത് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് ഡയമെൻഷൻസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് 4 രീതിയിലുള്ള ഡയമെൻഷൻസ് വരുന്നുണ്ട്. ഫിസിക്കൽ ഡയമെൻഷൻസ് അല്ലെങ്കിൽ എൻവിയോൺമെന്റ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസ്, സൈക്കോളജിക്കൽ ഡയമെൻഷൻസ്, അതുപോലെ തന്നെ എത്തിക്കൽ കൺസിഡറേഷൻ ആൻഡ് വാല്യൂ ഡയമെൻഷൻസ്. ഞാൻ ബ്രീഫ് ചെയ്യുന്നത് സെമിനാർ എടുക്കാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്കിത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ല സെമിനാർ എടുക്കാനെങ്കിൽ വിട്ടേക്കൂ, വേറെ ഏതെങ്കിലും എടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. എടുക്കുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കും. ഫിസിക്കൽ ഡയമെൻഷൻ ഓർ എൻവിയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താ, ആ ക്ലാസ് റൂമിന്റെ വലിപ്പം, അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അവിടെയുള്ള അതർ ഫെസിലിറ്റീസ്, ബോർഡോ ഫാനോ അങ്ങനെയൊക്കെയുള്ള അതർ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഫിസിക്കലായിട്ട് നമുക്ക് അവൈലബിൾ ആകുന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ ഡയമെൻഷനിൽ വരുന്നത്. ഇനി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻസ് നമ്മൾ പറഞ്ഞു. ഒരു ക്ലാസ് റൂമിൽ പല വാല്യൂസും അവർ ലേൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. തമ്മിലുള്ള സ്നേഹം, റെസ്പെക്ട്, സപ്പോർട്ട്, അങ്ങനെ കുറെ വാല്യൂസ് വരുന്നുണ്ട് അവരുടെ ആ സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ. അതാണ് ഇതിനകത്ത് ശരിക്കും സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ സൊസൈറ്റി ആണല്ലേ. 10 കുട്ടികൾ ഉണ്ടെങ്കിൽ 10 കുട്ടികളും വരുന്ന സോഷ്യൽ ലെവൽസ് ഡിഫറെന്റ് ആണ്. പല സൊസൈറ്റിയിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും. അപ്പൊ ഇതൊരു മിനിയേച്ചർ, ഒരു സൊസൈറ്റിയുടെ ഒരു കുഞ്ഞു രൂപമാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. പല കൾച്ചറും പല ബിലീഫും പല ട്രഡീഷൻസും ഫോളോ ചെയ്യുന്ന കുട്ടികളായിരിക്കും ആ ഒരു ക്ലാസ് റൂമിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതൊരു സൊസൈറ്റിയുടെ ഒരു ചെറിയ രൂപമാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ പല രീതിയിലുള്ള വാല്യൂസ്, ഒരു പക്ഷെ ഒരാള് പറയുന്നത്, ഒരു കുട്ടി പറയുന്നത്, നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ചിലപ്പോൾ ഒരാള് നമുക്ക് ഫ്രണ്ട്, ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് അവനോടുള്ള ഫീൽ അല്ലെങ്കിൽ അവളോടുള്ള ഫീൽ തോന്നുന്നത് അവരുടെ എന്തെങ്കിലും ഒരു വാല്യൂ കാണുമ്പോഴായിരിക്കും. അവരുടെ സംസാരിക്കുന്ന രീതി, നമ്മളോട് പെരുമാറുന്ന രീതി കാണുമ്പോൾ നമുക്ക് ആളെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫ്രണ്ട് ആക്കാനൊക്കെ തോന്നില്ലേ. ആ ഒരു ഇന്ററാക്ഷൻ, ആ ഒരു വാല്യൂസ് ഈ ഒരു ഡയമെൻഷനിലാണ് വരുന്നത്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷനിൽ. ആ ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു എൻവയോൺമെന്റ്. അതപ്പോ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ടീച്ചറും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വരും അല്ലെ. ടീച്ചർ ടോട്ട് റിലേഷൻഷിപ്പ്, ടോട്ട് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പ്യൂപ്പിൾ, അതാണ് കേട്ടോ. പിന്നെ കുട്ടികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതും അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികളും ടീച്ചറും പ്രിൻസിപ്പളിന്റെ സ്പെല്ലിംഗ് അവിടെ തെറ്റാണ്. പ്രിൻസിപ്പൽ അത് സ്പെല്ലിംഗ് ആക്കണം. നമ്മുടെ ആക്സിയം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രിൻസിപ്പൾ എന്നുള്ള സ്പെല്ലിംഗ് അവിടെ കൊടുത്തേക്കണേ. അപ്പൊ ടീച്ചറും പ്രിൻസിപ്പളുമായിട്ട് ആ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു സ്കൂളിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ പ്രിൻസിപ്പളുണ്ട്, പ്രിൻസിപ്പളുമായിട്ടുള്ള റിലേഷൻ. അതുപോലെ ഈ ഒരു ടീച്ചർ മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന കുറെ ടീച്ചർമാരുണ്ട്. അപ്പൊ ടീച്ചേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അപ്പൊ അതെല്ലാമാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡയമെൻഷനിൽ വരുന്നത്. ഒരു സ്കൂളിന്റെ ആ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുടെയും കുട്ടികളുടെയും ബിഹേവിയർ, അവർ കാണിക്കുന്ന വാല്യൂസ്, അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെല്ലാമാണ് ആ ഒരു ഡയമെൻഷനിൽ വരുന്നത്. ഇനി സൈക്കോളജിക്കൽ ഡയമെൻഷൻ. സൈക്കോളജിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കണമെങ്കിൽ ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ, ഒരാൾ നിങ്ങളെ ഒന്ന് ട്രിഗർ ചെയ്താൽ, ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്താൽ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ, ഒന്ന് ഇൻസ്പയർ ചെയ്താൽ നമ്മളത് പഠിക്കും. അപ്പൊ ഒരു ക്ലാസ് റൂമിൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് കുട്ടികളെ പലപ്പോഴും അവരുടെ വാക്കിലൂടെയും അവരുടെ ആക്ഷൻസിലൂടെയും കുട്ടികളെ നല്ലപോലെ തന്നെ ഇൻസ്പയർ ചെയ്യും. ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. എന്റെ മോൻ ചെറിയ ക്ലാസ്സിലായിരുന്നു. അപ്പൊ അവന് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ ഒരു ദിവസം ചിരിച്ചില്ല എന്ന് പറഞ്ഞ് കുറേ ദിവസം കുട്ടിയെ അഫക്ട് ചെയ്തിരുന്നു അത്. അപ്പൊ നമ്മുടെ ഒരു നോൺ വെർബൽ ആക്ഷൻ തന്നെ നമുക്ക് അവിടെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതാണ് സൈക്കോളജിക്കൽ ഡയമെൻഷനിൽ വരുന്നത്. ആ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരു ടീച്ചർ മാനസികമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത്, എൻകറേജ് ചെയ്യുന്നു പലപ്പോഴും. അതൊക്കെ ഒരിത്. ഇപ്പൊ നമ്മള് കുട്ടികൾ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്ത് ഗ്രൗണ്ടിന്റെ ആ സൈഡിൽ നമ്മൾ കൈകൊട്ടുന്നത് തന്നെ അവർക്കൊരു ഇൻസ്പിറേഷൻ പോലെയല്ലേ. പിന്നെ വാല്യൂ ഡയമെൻഷൻ, എത്തിക്കൽ കൺസിഡറേഷൻ ഒരു വാല്യൂ ഡയമെൻഷൻ.
ക്ലാസ് റൂമിലെ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് ഒരു മാനേജർക്കാളൊക്കെ മുകളിലാണ്. ടീച്ചർ ഒരു ലീഡറാണ് പലപ്പോഴും ക്ലാസ്സിൽ. കുട്ടികൾക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു റോൾ മോഡൽ, കുട്ടികളെ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യും. പലപ്പോഴും എനിക്ക് ടീച്ചറെ പോലെ ആകണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങും. ഒരു ടീച്ചറെ പോലെ ലുക്സും അതുപോലെ തന്നെ ബിഹേവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു ക്ലാസ് റൂമിൽ ചില കോഡ് ഓഫ് എത്തിക്സ് ഒക്കെ ഉണ്ടല്ലോ. സ്റ്റുഡന്റ് ടീച്ചർ എന്നുള്ള ആ ഒരു ഇത് എപ്പോഴും ആ ഒരു ഫീൽ ഉണ്ടാവും. കുട്ടികളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം കുട്ടികൾ ആ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ടീച്ചറാണെന്നുള്ള രീതിയിലുള്ള റെസ്പെക്ട് ഉണ്ട്. അതൊക്കെയാണ് ഈ എത്തിക്കൽ കൺസിഡറേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡയമെൻഷൻസ്. ഇപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്ത് വേണമെങ്കിൽ അത് പറയാം. പിന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സ് ഈ ഒരു ചാപ്റ്ററിലില്ല. പിന്നെ ചുമ്മാ വായിച്ചു വിടാം. നമുക്ക് ഒരു സെമിനാർ എടുക്കുമ്പോൾ നല്ലൊരു കണ്ടന്റ് ഉള്ള ഒരു ടോപ്പിക് ആയിരിക്കുമല്ലോ നല്ലത്. പിന്നെയുള്ളത് പേജ് നമ്പർ 26 സപ്പോർട്ടിംഗ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. അതും സെമിനാർ എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ അത് നമ്മുടെ ടെക്സ്റ്റിൽ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ടീച്ചറുടെ റോള് അതും വേണമെങ്കിൽ എടുക്കാം. അതൊരു 6 റോൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് സെമിനാർ എടുക്കാവുന്ന. ഞാൻ ഇന്നത്തെ സെമിനാർ ടോപ്പിക്സ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞത് ക്ലാസ് റൂം ടീച്ചിങ്ങിന്റെ ഓപ്പറേഷൻസ് എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിന് മുമ്പ് പറഞ്ഞ അപ്രോച്ചസ് വേണമെങ്കിൽ എടുക്കാം. അപ്രോച്ചസ് ഞാനിപ്പോ എടുക്കുവാണ്. നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡയമെൻഷൻസ് അത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ എടുക്കാൻ പറ്റുന്നത് ടീച്ചറുടെ റോള്, സപ്പോർട്ടിംഗ് ഡിവൈസസ് അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കും. പിന്നെ നല്ലതായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് 6th ലെസൺ, 6th ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, സൂപ്പർവിഷൻ. അത് നിങ്ങൾക്ക് കുറേ സെമിനാർ ടോപ്പിക്സ് നല്ല രസമായിട്ട് എടുക്കാൻ പറ്റുന്നത്. 5th ലെസൺ കേട്ടോ, എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. എനിവേ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ അപ്രോച്ചസ് ടു ക്ലാസ് റൂം മാനേജ്മെന്റ് പേജ് നമ്പർ 16 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ഹെർബേഷ്യൻ അപ്രോച്ച് എന്നുള്ള ഒരു അപ്രോച്ചാണ് ഫസ്റ്റ്. ഇത് വളരെ പഴക്കം ചെന്ന ഒരു ക്ലാസ് റൂം അപ്രോച്ചാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഒരു ക്ലാസ് റൂം നടന്ന രീതി അങ്ങനെയൊക്കെയാണ് ഈ ഒരു മെത്തേഡ് വരുന്നത്. അപ്പൊ ഇതില് ഹെർബർട്ട് എന്നുള്ള ഒരാളാണ് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞത്. 5 സ്റ്റെപ്സ് ആണ്. 5 സ്റ്റെപ്സ് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് പ്രിപ്പറേഷൻ, പ്രസന്റേഷൻ, കമ്പാരിസൺ, ഒബ്സ്ട്രക്ഷൻ ആൻഡ് ജനറലൈസേഷൻ. ഇത് എന്താണോ പഠിപ്പിക്കാൻ പോകുന്നത് അതിനെ വെച്ചിട്ടുള്ള ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ്. ഇതിൽ ടീച്ചർ കൺട്രോൾഡ് ആണ്, ടീച്ചർ സെന്റേർഡ് ആണ്, ടീച്ചർ കൺട്രോൾഡ് ആണ്. കുട്ടികൾക്ക് കാര്യമായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമൊന്നും ഇല്ലാത്ത ഒരു മെത്തേഡ്. ഇപ്പൊ അതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഓൾഡ് ആൻഡ് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വലിയ റോളൊന്നും ഇല്ലാതെ അവിടെ ടീച്ചറാണ് കൂടുതൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്. ഈവൻ ദോ നമ്മളുടെ ട്രഡീഷണൽ മെത്തേഡ് ആണെങ്കിലും ഇപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെയാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് അല്ലെ. മോണ്ടിസോറി മെത്തേഡ് പോലെ അല്ലെങ്കിൽ പോലും കുറെയൊക്കെ കുട്ടികളുടെ താല്പര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ച് അവരുടെ ലേണിംഗ് പ്രോസസ് ഈസി ആക്കുന്ന രീതിയിൽ ഒരു സ്ട്രക്ചേർഡ് ടീച്ചർ സെന്റേർഡ് അപ്രോച്ചാണ് ഇത്. ഒരു 5 സ്റ്റെപ്പാണ് ആ ഒരു രീതിയിൽ. ഈ ഹെർബർട്ട് എന്നുള്ള ഒരു ജർമ്മൻ ഫിലോസഫർ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 19th സെഞ്ചുറിയിലെ ഒരു മെത്തേഡ് ആട്ടോ. അതൊക്കെ ഇപ്പൊ കാലഹരണപ്പെട്ടു പോയി. പക്ഷെ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് 19th സെഞ്ചുറി ആയിരുന്നു. അതിന് പക്ഷെ ഔട്ട്ഡേറ്റഡ് ഒന്നും ആയിട്ടില്ല. അതിപ്പോഴും പോപ്പുലർ ആയിട്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു മെത്തേഡ് വളരെ പോപ്പുലർ ആണ്. അതെന്തുകൊണ്ടാണ്? സ്റ്റുഡൻറ് സെന്റേർഡ് ആണ്. സ്റ്റുഡൻസിന്റെ ഡെവലപ്മെന്റ് റിസൾട്ട് അതുപോലെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഇവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഹെർബേഷ്യൻ മെത്തേഡ്. ഫ്ലെക്സിബിൾ അല്ല, ഫ്ലെക്സിബിലിറ്റി ഉള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് ഹെർബേഷ്യൻ അപ്രോച്ച് പോകുന്നത്. ഇതില് നമ്മൾ പറഞ്ഞു കുറെ സ്റ്റെപ്സ് ഉണ്ട്, 5 സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. 5 ഫോർമൽ സ്റ്റെപ്സ് ആണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ല. അതിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മളിപ്പോ ഒരു കാര്യം കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണ്, ഒരു ന്യൂ ടോപ്പിക് പഠിപ്പിക്കാൻ പോവുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറയും. പിന്നെ അതിനെപ്പറ്റി ഒരു പ്രസന്റേഷൻ, അതാണ് നെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അത് കണക്ട് ചെയ്യുന്നു, ഈ ഐഡിയാസ് വേറെ ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് കണക്ട്, ന്യൂ ഐഡിയാസും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നു, അസോസിയേറ്റ് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അത് അതായത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അതിന്റെ ഡിഫറൻസസ്, സിമിലാരിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതാണ് ഒരു കമ്പാരിസണിൽ വരുന്നത്. പിന്നെ വരുന്നത് അതിനകത്ത് ജനറലൈസേഷൻ ആണ്. ജനറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
കൂടുതലായിട്ട് എന്തെങ്കിലും ജനറൽ പ്രിൻസിപ്പിൾസോ റൂൾസോ അങ്ങനെയുള്ള ഫോർമുലയൊക്കെ കൂടെ ആഡ് ചെയ്ത് അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ആപ്ലിക്കേഷൻ ആണ്. ഈ പഠിച്ച കാര്യങ്ങൾ, പഠിച്ച ഈ ന്യൂ മെത്തേഡ്, ന്യൂ ഐഡിയ, ഈ ന്യൂ നോളജ് ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിലേക്കോ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിലേക്കോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. പറയുമ്പോൾ അതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്, പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് അത് ഡൈജസ്റ്റ് ആവണമെന്നില്ല. അവർക്ക് അവരുടേതായ ഒരു ഇൻട്രസ്റ്റിംഗ് രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഇതിങ്ങനെ എഴുതപ്പെട്ട ഒരു സിസ്റ്റമാറ്റിക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കാര്യം അതിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെ ഇതേ മെത്തേഡിലായിരിക്കും കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മെമ്മറൈസേഷൻ ആണ് ഇതിന്റെ മെയിൻ. കുട്ടികളെ അങ്ങ് കാണാതെ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. അല്ലാതെ ഒരു അതായത് തോട്ട്ലെസ് ടീച്ചിങ്. കുട്ടികളൊന്നും ചിന്തിക്കില്ല, അവരെ കിട്ടിയത് അങ്ങനെ കാണാതെ അങ്ങ് പഠിക്കും. അതാണല്ലോ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയില്ലേ, നിങ്ങൾ അസൈൻമെന്റ് എഴുതുമ്പോൾ റെക്കോർഡ് എഴുതുമ്പോൾ നിങ്ങളായിട്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷെ അതൊക്കെ ഒരു സപ്പോർട്ടിങ് ഡിവൈസ് ആയിട്ട് എടുത്തിട്ട് നമ്മളിരുന്ന് ചിന്തിച്ച് നമ്മൾ എഴുതണം. വേറൊരാളുടെ നോക്കി എഴുതാതെ നമ്മളുടേതായ നമ്മളെ ചിന്തിക്കുന്നത്. പല കുട്ടികളും നിങ്ങളൊന്ന് ചോദിക്കാമല്ലോ, പുതിയ ബാച്ച് വരുമ്പോൾ അവർക്ക് അറിയില്ലല്ലോ. ഒരു കോഴ്സ് ചെയ്യുമ്പോൾ എല്ലാവർക്കും നോട്ട്സ് കിട്ടുക എന്നുള്ള ഒരു കൺസേൺ ഉണ്ടല്ലേ. നോട്ട്സ് ചോദിക്കുമ്പോൾ ഞാനിതാ പറയുന്നത്, ഞാനൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് എഴുതിയാൽ അത് എന്റെ ചിന്തയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണമല്ലോ. അത് നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ തോട്ട് പ്രോസസ്സാണ് ശരിക്കും നമ്മളൊരു കാര്യം ലേൺ ചെയ്യുമ്പോൾ നടക്കേണ്ടത്. ഈ ഹെർബേഷ്യൻ മെത്തേഡിലൊക്കെ തോട്ട്ലെസ് ടീച്ചിങ് ആണ്, അവിടെ കുട്ടികളെ കൊണ്ട് കാണാതെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു മെത്തേഡ്, ആ ഒരു ഹെർബേഷ്യൻ അപ്രോച്ചിൽ വരുന്നത്. ഓപ്പറേഷൻസ് ഓഫ് ക്ലാസ് റൂം ടീച്ചിങ് അല്ലേ, അത് മാം സെമിനാർ എടുക്കാന്നല്ലേ പറഞ്ഞേ. അത് ഞാൻ ഓക്കെയാണ്. അതിലിപ്പോ ഇത് പ്രീ ആക്റ്റീവ് 3 സ്റ്റേജസ് ആയിട്ട് എടുക്കാം. 3 കൂടി എടുക്കില്ലേ? കുഴപ്പമില്ല. അതിപ്പോ 10 മിനിറ്റ് അല്ലേ പറഞ്ഞത് മാം? 10 മിനിറ്റ്. പിന്നെ അത് എടുക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ അത് കാര്യമായിട്ടില്ലെങ്കിലും കൂടുതൽ കളക്ട് ചെയ്ത് പിന്നെ സ്വന്തം എന്തെങ്കിലും എക്സ്പീരിയൻസ് ക്ലാസ് എടുക്കാൻ പോയപ്പോഴോ അല്ലെങ്കിൽ പഠിച്ചപ്പോഴോ ഉള്ളതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് എടുക്കാം. റിപ്പോർട്ട് എഴുതുമ്പോൾ ഒന്ന് കറക്റ്റ് ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതിയാൽ മാത്രം മതി. പിന്നെ ഞാൻ നെക്സ്റ്റ് ക്ലാസ് വരുന്നത് വെനസ്ഡേ ആയിരിക്കും. വെനസ്ഡേ അല്ല, ഫ്രൈഡേ ആണ് കേട്ടോ നിങ്ങൾക്ക് പി ജി ക്ലാസ്. ഇല്ല, നെക്സ്റ്റ് ഫ്രൈഡേ. അപ്പൊ ഇതിപ്പോ എന്റെ ലെസൺ ആയതുകൊണ്ട് എന്റെ ക്ലാസ്സിൽ എടുക്കുക. ഏത് ടീച്ചറുടെ ടോപ്പിക് ആണോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ടീച്ചറുടെ ക്ലാസ്സിൽ തന്നെ എടുക്കാൻ നോക്കാം. അപ്പൊ ടെസ്സി നെക്സ്റ്റ് ഫ്രൈഡേ സെമിനാർ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരാള് റെഡിയായി. നിങ്ങളുടെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഇപ്പൊ തന്നെ പറയണമെന്നുണ്ട്. ടെസ്സിക്കും അത് ഓക്കെ ആയി പറഞ്ഞു. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മള് ഹെർബേഷ്യൻ അപ്രോച്ചിൽ അങ്ങ് നിർത്തുവാണ്. കാരണം കൂടുതൽ എടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ, ഒന്ന് മൈൻഡ് നല്ല ഫ്രീ ആകുമ്പോൾ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. മറ്റ് നമ്മുടെ ഡിപ്ലോമയുടെ പോർഷൻസ് പോലെയായിരുന്നു ഇത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് പിന്നെ എക്സാം ആകുമ്പോഴേക്കും ടെൻഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 12കാർക്ക് പ്രോബ്ലം ഉണ്ടാവില്ല, അവർക്ക് ഇപ്പൊ തന്നെ എക്സാം ആകും. പക്ഷെ 13, 14 നിങ്ങളുടെ ഡിപ്ലോമ എക്സാം കഴിഞ്ഞിട്ടാ PG എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾ അതുമായിട്ട് അങ്ങ് കണക്ഷൻ അങ്ങ് പോയിട്ടേ ഉണ്ടാവും. പേടിക്കണ്ട, റിവിഷൻ ക്ലാസ് ഉണ്ട്. ഓക്കെ ദെൻ. അപ്പോ താങ്ക് യു സോ മച്ച്. 12കാരെ ഇന്ന് ഞാൻ രാത്രി കാണും. നിങ്ങളുടെ ഡിപ്ലോമ എക്സാമിന്റെ കോമൺ സബ്ജക്റ്റിന്റെ റിവിഷൻ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി കൂടുതൽ അടുത്തത് പറയണമെങ്കിൽ ഇത്തിരി സമയം വേണം, അതുകൊണ്ട്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ബൈ. മാം, എനിക്കും ഈ കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു. അത് പക്ഷെ ഹോമിയോ മരുന്ന് കഴിച്ച് മാറിയായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന എടുക്കുന്നുണ്ട്, ചെറിയൊരു വേദന പോലെ. അപ്പം അതൊന്ന് ചെക്ക് ചെയ്യാമെന്ന് ഓർത്താണ്. മാമിന് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യം ഓർത്തു. ഞാൻ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വന്നു. ഞാൻ എക്സ്റേ എടുത്തപ്പോൾ കിഡ്നി സ്റ്റോൺ ആണ്. പിന്നെ ഞാൻ ഹോമിയോ കഴിച്ചു, ഒരു കൂട്ടുമരുന്ന് കഴിച്ചോടെ അത് മാറിപ്പോയി. പക്ഷെ ഇപ്പുറത്തെ വശത്ത് ചെറുതായിട്ട് വേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പം അതൊന്ന് നോക്കണം. മാം ടേക്ക് കെയർ കേട്ടോ. വെച്ചോണ്ടിരിക്കണ്ട. ഓക്കെ മാം. അതാണ് നമുക്ക് പെട്ടെന്ന് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല, അതാ കാര്യം. ഓക്കെ മാം. ഡ്രൈനസ് തുടങ്ങുമ്പോഴാണ് ഇതിങ്ങനെ മൂവ് ആവുന്നത്. ശരിയാ. വെള്ളം നന്നായിട്ട് കുടിച്ചോളൂ. ഓക്കെ മാം, താങ്ക് യു മാം.
താങ്ക് യു മാം.